ഞാൻ ഒരു ഒരു മഹാദേവന്റെയും ദേവിയുടെയും കൂടി ഒരു കീർത്തനമായിട്ട് അത് 4 വരി ചൊല്ലിയിട്ട് തുടങ്ങാം. ശരി ശരി. നമഃ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ട വപൂർധരാഭ്യാം നാഗേന്ദ്രകന്യാ വൃഷകേതനാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. ശിവായ. നമ്മളിന്ന് 3-ാമത്തെ ദിവസം വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ലീലകളും, അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സിദ്ധനായി ഭഗവാൻ വന്ന് എല്ലാ തരത്തിലുള്ള ലീലകളും ഒറ്റ ലീലയിൽ കളിയാടുന്ന, അതാണ് ശരിക്കുള്ള തിരുവിളയാട്ടം എന്ന് പറയുന്നതിൻ്റെ. അതിന് എല്ലാം സത്ത എടുത്ത് ഒരു ലീല പറയുകയാണെങ്കിൽ അതായിരിക്കും സിദ്ധൻ്റെ ലീലകൾ. അത് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുകയാണ് ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും സപ്പോർട്ടും നമ്മുടെ ജീവിതത്തിൽ. അതുപോലെയാണ്. അപ്പൊ ആ മനുഷ്യനെ എല്ലാം ഭഗവാൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കും. അതുപോലെ വാരിക്കോരി മധുരാപുരിയിലുള്ള എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ലീലയാണ് സിദ്ധന്റെ ലീല എന്ന് പറയുന്നത്. അതിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ലീലകൾ നമുക്ക് കുറച്ച് ഷോർട്ടാക്കി പറയാം, കാരണം നമുക്ക് അത്രയും സമയമുള്ളൂ. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു തടാതകയുടെയും ഭഗവാൻ സുന്ദരേശന്റെയും വിവാഹത്തിനെ പറ്റി പറഞ്ഞു. അത് പറഞ്ഞ സമയത്ത് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. അതിൽ തന്നെ തുടങ്ങാം. അങ്ങനെ വിവാഹത്തിന്റെ ആ ദിവസം, വിവാഹം കഴിഞ്ഞ ഉടനെ ഭോജനശാലയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. ആ ഭോജനശാലയിലേക്ക് മറ്റുള്ളവരൊക്കെ പോയപ്പോൾ അതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു, വളരെ പ്രധാനപ്പെട്ട. ആ സമയത്ത് പതഞ്ജലി മഹർഷിയും വ്യാഘ്രപാദ മുനിയും കൂടെ ഇങ്ങനെ ഭോജനത്തിന് പോവാതെ നിൽക്കുകയാണ്. അപ്പൊ ചോദിക്കും എന്താ മുനെ പോവാതെ ഇങ്ങനെ നിൽക്കുന്ന എന്താ? അപ്പൊ പറയും, ഭഗവാനെ, ഞാൻ എന്നും അങ്ങയുടെ താണ്ഡവ നൃത്തം എവിടെ വെച്ചിട്ട് ചിദംബര ക്ഷേത്രത്തിൽ അങ്ങയുടെ താണ്ഡവ നൃത്തം കണ്ടിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ. അതുകൊണ്ട് ഞാൻ കഴിക്കില്ല, ഭഗവാന്റെ നൃത്തം കാണാതെ ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞ് കൊച്ചുകുട്ടി വാശി പിടിക്കുന്നത് പോലെ അവിടെ ഇരുന്നു. അപ്പൊ ഭഗവാനും വല്ലാത്ത കാരുണ്യത്തിന് നമ്മൾ ഈ കഥകളിലുടനീളം കാണാവുന്ന ഒറ്റ കാര്യം ഉണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യാണ്. അപ്പൊ അത് എന്ത് വലുതാണ് എന്ത് ചെറുതാണ് ആഗ്രഹം എന്നില്ല. അപ്പോൾ ഏത് ആഗ്രഹങ്ങളും ഭഗവാൻ ഒരുപോലെയാണ്. അപ്പൊ പറയും, ശരി ഇപ്പൊ തന്നെ കാണിച്ചു തരാം. അപ്പൊ ഭാര്യ പുതുതായി വിവാഹം കഴിഞ്ഞതാണ്. അപ്പൊ ഭാര്യ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ട് ഒന്ന് ദേവിനെ സങ്കല്പിച്ച് നോക്കും. വളരെ നാണത്തോടു കൂടിയൊക്കെ ഒരു ഭാഗത്തായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഭാര്യയ്ക്കും കൂടി ഒരു എന്റർടൈൻമെന്റ് കൊടുക്കാന്നുള്ള ഒരു വിചാരത്തിലാണ് ഭഗവാൻ തുടങ്ങുന്നത്. അങ്ങനെ ഒരു രജത സഭ നിർമ്മിക്കപ്പെടുകയാണ്. ഇപ്പോഴും നമ്മുടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വലതുഭാഗത്ത് രജത സഭയുണ്ട്, വെള്ളിയുടെ സഭ. അതിൽ പതഞ്ജല മഹർഷിയും വ്യാഘ്രപാദത്തിൻ്റെയും ഒരു പ്രതിമയായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് ഭഗവാൻ പതഞ്ജലി മഹർഷിക്ക് മനോഹരമായ ആ താണ്ഡവ നൃത്തം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ തുടങ്ങി ജടകളൊക്കെ, അപ്പൊ നൃത്തവും ഇതൊക്കെ വാദ്യഘോഷങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ ഭഗവാൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആ ഒരു തളത്തിലേക്ക് വരികയാണ്. പാദങ്ങളിലും എല്ലാം ചടുലമായിട്ടുള്ള ചില ഭാവങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ അതിങ്ങനെ പതഞ്ജലി മഹർഷി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കതൊരു 4 വരി പാടിയിട്ട് അതിലെല്ലാം ഉണ്ട്. അപ്പോൾ മനസ്സിൽ ധ്യാനിക്കുക ഭഗവാന്റെ ആ സുന്ദരമായിട്ടുള്ള രൂപം, 16 വയസ്സ് കോമള സുന്ദരമായിട്ടുള്ള ആ രൂപം, കർപ്പൂര ഗൗരം, ആ ഒരു കർപ്പൂരത്തിൻ്റെ നിറത്തോടു കൂടി, പക്ഷെ രാജകുമാരനായിട്ടാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അപ്പോൾ എന്തായി? അപ്പോൾ കിരീടമൊന്നും അല്ല അവർ കാണുന്നത്. ഇവര് യഥാർത്ഥത്തിലുള്ള ജഡ, സ്വർണത്തിൻ്റെ ഒരു നാഗത്തോട് കൂടിയിട്ടുള്ള ഒരു ജഡ, നാഗഭൂഷിതനായിട്ടുള്ള ഒരു രൂപമായിട്ടാണ് അപ്പം കാണുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങുകയാണ്. ജടാടവി ജല പ്രവാഹ പാവിതസ്ഥലെ ജലേവ ലഭ്യലംബിതം ഭുജംഗ തുംഗ മാലിക ഡമ ഡമ ഡമ
ഡമ നിനാദമർവമവ്യയം ചകാര ചണ്ഡ താണ്ഡവം തനോതുണ ശിവ ശിവം ജടാടവീഗലജ്ജല പ്രവാഹകാവിതസ്ഥലെ ജലേവലഭ്യലംബിതം ജംബുജംഗതുംഗമാലിക ഡമ 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 നിനാദമർവമവ്യയം ചകാര ചണ്ഡ താണ്ഡവം തനോതുണ ശിവ ശിവം. അങ്ങനെയുള്ള താണ്ഡവ നൃത്തം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം എല്ലാവരും കൈകൂപ്പി സ്തുതിച്ച് ഭഗവാനെ ഇവിടെ തന്നെ ഇതുപോലെ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് പതഞ്ജലി മഹർഷിയെ അവിടെ ഒരു ഭഗവാൻ പതഞ്ജലി മഹർഷിയുടെ ഒരു പ്രസൻസ് സാന്നിധ്യം അവിടെ സ്ഥാപിച്ച് അവിടെ എന്നും ഇവിടെ ഉണ്ടാവണം, എന്നും അങ്ങക്ക് ഇവിടെ നൃത്തം കാണാൻ പറ്റും എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ശങ്കരതാണ്ഡവം എന്ന് പറഞ്ഞിട്ടുള്ള ആ 12ാമത്തെ ലീലയിലുള്ള ഒരു ഭാഗം. ഇതാണ് അത് ഇന്നലെ വിട്ടുപോയത്. അപ്പൊ ഇതേ ലീലയുടെ തന്നെ മറ്റൊരു ഭാഗം. അപ്പൊ ഇതിലെന്താ ഭഗവാൻ ചെയ്യുന്നത്? ഇതില് ഇടത് കാൽ പൊക്കിയിട്ടാണ്. എല്ലാ താണ്ഡവ നൃത്തത്തിലും നമുക്ക് കാണാൻ പറ്റും ഇടത് കാൽ പൊക്കി വലത് കാൽ ഊന്നിട്ടാണ്. അപ്പൊ ഇതേ കാര്യം തിരിച്ച് ഇവിടെ മാത്രമാണ് വ്യത്യസ്ത താണ്ഡവം ഭഗവാൻ ചെയ്തിട്ടുള്ളത്. അത് മറ്റൊരു പാണ്ഡ്യരാജാവിന്റെ പ്രാർത്ഥന പ്രകാരം ചെയ്യുന്നതാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ ഇന്ന് പോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ഒരു രൂപത്തെ ധ്യാനിച്ച് ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ താണ്ഡവ കഥ, ഭഗവാന്റെ താണ്ഡവ കഥ കേൾക്കുന്നവർക്കും പറയുന്നവർക്കും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം എന്നുണ്ടാകും എന്ന് ഹാലാസ്യ മഹാത്മ്യത്തിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വരുന്നത് ലീല വരുന്നത് ദേവി ഗർഭിണിയാവുകയാണ്. അങ്ങനെ വിവാഹം കഴിഞ്ഞു, നല്ല സന്തോഷമായി കുറേ കാലം ജീവിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗർഭത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. വല്ലാതെ ക്ഷീണം, ചില സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, വല്ലാതെ ക്ഷീണം, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം ഭൂതഗണങ്ങളൊക്കെ പോയി ദേവീനെ ഇങ്ങനെ ശുശ്രൂഷിക്കുകയാണ്, എന്താ പാദപൂജ ചെയ്ത് ശുശ്രൂഷിക്കുകയാണ്, എന്താ വേണ്ടത്. അവർക്ക് വല്ലാത്ത കാരുണ്യം. ഓടിച്ചാടി കളിച്ച ദേവി ഇപ്പൊ അതാ ശയ്യയിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല, അങ്ങനെ ക്ഷീണം. അപ്പൊ ഭഗവാനും അടുത്ത് തന്നെ ഇരുന്ന് ദേവിയുടെ പാദങ്ങൾ തടവി കൊടുത്തിട്ടും ഒക്കെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഗർഭശുശ്രൂഷ ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ സമയമായപ്പോ ഒരു പുത്രൻ, എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ഒരു പുത്രൻ ജനിക്കുകയാണ്. ഉഗ്രൻ എന്ന് പേരായിട്ടുള്ള. അപ്പോ ഈ പുത്രന്, അപ്പോൾ അതാണ് അടുത്ത ലീലയായിട്ട് വരുന്നത്. ഉഗ്രജനനം ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ, എല്ലാ ഗ്രഹങ്ങളെല്ലാം നല്ല സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ഉഗ്രന്റെ ജനനം ഉണ്ടാവണം. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമി തന്നെയാണ് ഉഗ്രനായിട്ട് ജനിക്കുന്നത്. അപ്പോൾ ഭഗവാന് വളരെ സന്തോഷമായി, എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി ഉഗ്രൻ വളർന്നു. ഉഗ്രൻ വളർന്ന് ഒരു 10-14 വയസ്സ് ഒക്കെ ആവുന്ന സമയത്ത് പിതാവ്, അപ്പൊ അപ്പോഴേക്കും തന്നെ ഒരുപാട് വർഷങ്ങൾ ഭരിച്ചു കഴിഞ്ഞു ഭഗവാൻ. അപ്പൊ പാണ്ഡ്യരാജാവായി, പാണ്ഡ്യരാജാവായിട്ട് 66,000 വർഷം ആണ് പറയുന്നത് മധുര ഭരിച്ചത്. അപ്പൊ വിവാഹം കഴിഞ്ഞതിന് ശേഷം അത് ഇത്ര മാസങ്ങൾ ഭഗവാനും അങ്ങനെയുണ്ട്. 9 മാസം 3 മാസം അങ്ങനെയൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾ ദേവി ഭരിക്കും, കുറച്ച് മാസങ്ങൾ ഭഗവാൻ ഭരിക്കും. അതിപ്പോഴും അങ്ങനെയാണ് അവിടെ സങ്കല്പം. അപ്പോൾ അങ്ങനെയൊക്കെ ഭരിച്ച് പുത്രൻ ഉണ്ടായി കഴിഞ്ഞ് പുത്രൻ വലുതായി വരികയാണ്. അപ്പോൾ ഒരു ദിവസം ഭഗവാൻ ഇങ്ങനെ മകനോടും ഭാര്യയും കൂടെ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ മകനെ ഇങ്ങനെ നോക്കുകയാണ്. രണ്ടുപേരും വാത്സല്യത്തോടു കൂടി ഉഗ്രനെ ഇങ്ങനെ നോക്കി. അപ്പോൾ പറഞ്ഞു, ദേവി, നമ്മുടെ പുത്രന് വിവാഹപ്രായമായിരിക്കുന്നുല്ലേ? അപ്പോൾ ദേവി പറയും, ശരിയാണ്, വിവാഹപ്രായം ആയിട്ടുണ്ട്. അപ്പോൾ പറയും, ഞാനൊന്ന് നോക്കട്ടെ, നമ്മുടെ പുത്രന് ഉത്തമ പുരുഷന്റെ 32 ലക്ഷണങ്ങൾ ഉണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടു കൂടി പുത്രനെ നോക്കുകയാണ്. അപ്പോൾ ഉത്തമ പുത്രലക്ഷണങ്ങളൊക്കെ പറയുമ്പോൾ അതായത് ഏതൊക്കെയാണ് പറയുന്നത് നമുക്കൊന്ന് വളരെ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാം. ഇതാണ്: കരങ്ങളും മാറിടവും മൂക്കും കപോലവും നേത്രവും കൈകളും
മാറിടവും, മൂക്ക്, കപോലം, നേത്രം, പിന്നെ ഇങ്ങനതൊക്കെ ദീർഘങ്ങളായിട്ടുള്ള പുരുഷൻ രണത്തിൽ ശത്രുക്കളെ ജയിക്കുന്നവനായിരിക്കും. അദ്ദേഹം ആ ഒരു പുരുഷന്, ഉത്തമ പുരുഷന്റെ ലക്ഷണങ്ങളാണ് പറയുന്നത്. അവർ എല്ലാ മത്സരങ്ങളിലും ജയിക്കുന്ന ആളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നെറ്റി, വിസ്തീർണമേറിയ നെറ്റി. ഒരുപാട് ലക്ഷണങ്ങളുണ്ട്, നമ്മളെല്ലാം കൂടി പറയുന്നില്ല. പക്ഷെ നെറ്റി, ഇത് വിസ്തീർണമായ നെറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ശ്രേഷ്ഠനായിരിക്കും. അങ്ങനെയുള്ളവര് വളരെ ശ്രേഷ്ഠനായിരിക്കും. പിന്നെ ആയുഷ്മാനായിട്ട് ഭവിക്കും. അതേതൊക്കെ? കേശം, നഖം, ത്വക്ക്, ദന്തം തുടങ്ങിയ സൂക്ഷ്മങ്ങളായ 5 അംഗങ്ങൾ, ഇവയെല്ലാം ലക്ഷണമൊത്തതാണെങ്കിൽ അവൻ ദീർഘായുഷ്മാനായിട്ട് ഭവിക്കും. ഇങ്ങനെയൊക്കെയുള്ള 32 ലക്ഷണങ്ങൾ ഉണ്ട്, ഉത്തമ പുരുഷന്റെ ലക്ഷണങ്ങൾ. ഇതൊക്കെ നോക്കി ഭഗവാൻ വളരെ സന്തോഷിക്കും. ഈ സാമുദ്രിക ശാസ്ത്രം ഒക്കെ രചിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരങ്ങളാണ് ഭഗവാന്റെ കരങ്ങൾ. അപ്പോൾ ഭഗവാൻ ഇതൊക്കെ അറിയാം. അപ്പോൾ ഈ ശാസ്ത്രങ്ങളൊക്കെ അനുസരിച്ച് എല്ലാ ലക്ഷണങ്ങളും തൻ്റെ പുത്രനുണ്ടോ എന്ന് നോക്കി സന്തോഷിച്ച് ഭാര്യയോട് പറയാണ്, ദേവിയോട്, തടാതക ദേവിയോട് പറയാണ്, നമ്മുടെ പുത്രൻ ലക്ഷണമൊത്ത പുത്രനാണ്, ഇവനെ എത്രയും പെട്ടെന്ന് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണമെന്ന് പറയാണ്. അങ്ങനെ 12ാമത്തെ ലീലയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ പുത്രവിവാഹവും ആയുധദാനം എന്നുള്ള ലീലയാണ്. അങ്ങനെ ഒരു സോമശേഖര രാജാവ് എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവുണ്ട് കല്യാണ നഗരത്തിൽ ജീവിക്കുന്ന. അദ്ദേഹം വളരെ വലിയൊരു ശിവഭക്തനാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം, ഈ കഥകളൊക്കെ ഇങ്ങനെ മുൻപ് തന്നെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ട് കാണാം. ഇപ്പം നമ്മുടെ ജീവിതത്തിലുള്ളതുപോലെ തന്നെ ഓരോ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളിലേക്കുള്ള ചെറിയ ചെറിയ പടികളായിരിക്കും അല്ലേ. പതുക്കെ നമ്മൾ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയില്ലേ, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അപ്പോൾ അത്ര അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവില്ല. കുറച്ചു കാലം കഴിയുമ്പോഴാണ് അത് മനസ്സിലാവും, ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഇത് സംഭവിച്ചത് അല്ലേ. അതുപോലെ ഈ സോമശേഖര രാജാവ് ഒരുപാട് യാഗങ്ങളും തപസ്സൊക്കെ അനുഷ്ഠിച്ചിട്ട് സൽഗുണ സമ്പന്നയും എല്ലാ ലക്ഷണങ്ങളും കൂടിയ ഒരു കാന്തിമതി എന്ന പുത്രി അദ്ദേഹത്തിനുണ്ട്. വളരെ വലിയ ശിവഭക്തനാണ്. ഒരു ദിവസം രാത്രി ഉറങ്ങുന്ന സമയത്ത് ഭഗവാൻ സ്വപ്നദർശനം നൽകുകയാണ്. സോമശേഖര, നാളെ തന്നെ പുത്രിയായ കാന്തിമതിയെയും കൂട്ടി മധുരയിലേക്ക് വരിക. അപ്പൊ ഭഗവാനോ ഇവിടെ എല്ലാം ലീലയാണല്ലോ, ഒന്നും പറയില്ല, എല്ലാം അതിന്റെ രീതിക്ക് നടക്കട്ടെ എന്നാണ്. അത് നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും കാണാം. ഒന്നിലും ഇടപെട്ട് എനിക്കെല്ലാം അറിയാം, അങ്ങനത്തെ എല്ലാം ഞാൻ വിചാരിച്ച പോലെ ചെയ്യുന്നതായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവാൻ പാടില്ല. അങ്ങനെയാണ് അത്. ഒരു കോസ്മിക് ലോ ആണ്, ഒരു പ്രകൃതിയുടെ നിയമമാണ്. നോക്കൂ, ഫോൾ സീസണായി എല്ലാ ഇലകളും കൊഴിഞ്ഞു. നമ്മൾ വിചാരിക്കും, ഇപ്പൊ എൻ്റെ മുന്നിലുണ്ട് ഒരുപാട് വൃക്ഷങ്ങൾ, ഇങ്ങനെ ഒരു ഇലകളും ഇല്ലാതെ ഇങ്ങനെ തണുത്ത് വിറച്ചിങ്ങനെ ഇരിക്കുകയാണ്, അതിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിനെ കാണുമ്പോൾ തോന്നും, അയ്യോ ഇവരൊക്കെ ഉണങ്ങിപ്പോയോ, ഇനിയോ എപ്പോഴാണ് ഇവർക്കൊക്കെ ഒരു ജീവൻ വെക്കുകയെന്ന്. ഇങ്ങനെ ഉണങ്ങിയ ചില്ലകളായിട്ട് കിടക്കുകയാണ്. പക്ഷേ ഇപ്പൊ എന്താ നടക്കുന്നത്? പ്രോസസ്സ് അതിൻ്റെ ഉള്ളിൽ പലതും നടക്കുന്നുണ്ട്. ആ വൃക്ഷങ്ങളുടെ ഉള്ളിൽ അത് റിജുവനേറ്റിംഗ് ആണ്, എല്ലാം പുതിയതായി ഫ്രഷ് ആയിട്ട് തുടങ്ങുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും. അപ്പൊ ഇപ്പൊ അതിന് കഷ്ടകാലമാണ് ശരിക്കും, തണുത്ത് വിറച്ച് നിൽക്കുകയാണ് പാവം. നമ്മളൊക്കെ പൊതിച്ച് ഒക്കെ ഇരിക്കുകയാണ്, അവിടെ അവർക്ക് ഒന്നുമില്ല പൊതിച്ച് നിൽക്കാനൊന്നും. പക്ഷെ അവർ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമ്മളുടെ ജീവിതത്തിലും പല പരീക്ഷണങ്ങളും നമുക്ക് വരുമ്പോൾ നമ്മളെ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടല്ല. ഇഫ് ഇറ്റ് ഡസൻ ബ്രേക്ക് യു, ഇറ്റ് മേക്സ് യു സ്ട്രോങ് എന്ന് പറയില്ലേ. ഓരോ പ്രശ്നങ്ങളും അതുപോലെ നമുക്ക് കരുത്തരാവാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ അതുപോലെ ഈ വൃക്ഷങ്ങളിൽ ഒരു മാസം കൊണ്ടൊക്കെ കഴിയുമ്പോൾ നിറയെ ഇലകൾ വരും. അപ്പോൾ സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞു, എന്താ പറയുക, ശിശിര കാലമാണോ? അപ്പോൾ അല്ലല്ല, ഇപ്പോഴാണ് ശിശിരം. ഇല കൊഴിയാണ്, ഇല കൊഴിയുന്ന സമയത്താണ് ശിശിരകാലം എന്ന് പറയുക. അപ്പോൾ ഈ സ്പ്രിംഗ് സീസൺ ആവുന്ന സമയത്ത് എല്ലാ മരത്തിലും ഇലകൾ വന്ന് പ്രകൃതി ഒരു പുതിയ ഒരു വസ്ത്രം അണിഞ്ഞതുപോലെ എവിടെയും ഒരു പുതിയ ഫ്രഷ്നെസ് കാണാം. ഒരു എന്താ പറയുക, നൂതനം എന്ന് പറയില്ല, അങ്ങനെ ഒരു ഫീലിംഗ് പ്രകൃതിയിൽ തന്നെ കാണാം ഒരു മാസം ഒക്കെ കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ 4 സീസൺസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ഓരോ മാറ്റങ്ങളും ചെറിയ ചെറിയ മാറ്റങ്ങൾ, നമുക്ക് ചെറിയ മാറ്റങ്ങളാണ് വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അതുപോലെ
ഈ രാജാവിനോട് ഈ ആദ്യം തന്നെ ഈശ്വര നിശ്ചയത്താൽ അദ്ദേഹം തപസ് ചെയ്ത് യാഗങ്ങളൊക്കെ ചെയ്ത് ഏറ്റവും സത്വഗുണ സമ്പന്നയായ ഒരു പുത്രി അദ്ദേഹത്തിനുണ്ട്. അതിനെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ഉഗ്രന് പത്നിയായി വരാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഭഗവാൻ ഒന്നും അറിയാത്തത് പോലെ എല്ലാ ജാതകം ഒക്കെ നോക്കുന്ന അങ്ങനെയുള്ള ക്രിയകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു. പണ്ഡിതന്മാരൊക്കെ വന്നു കഴിഞ്ഞു. നിങ്ങളെല്ലാം നോക്കി പറയൂ എങ്ങനെയുള്ള ആളായിരിക്കും. അപ്പൊ എല്ലാ സ്ഥലത്തും സന്ദേശം അയച്ചു ദൂതന്മാർ പോയി കഴിഞ്ഞു. ഇനി പിന്നെ ഇങ്ങനെ ഒരു ആള് റെഡിയായി നിൽക്കുന്നുണ്ട് വിവാഹത്തിന്. അപ്പോൾ അനുയോജ്യകളായ വധു അങ്ങനെ ഇരിക്കാനുള്ള യുവതികളായ തരുണീമണികളായ പെൺകുട്ടികൾ രാജകുമാരിമാരുണ്ടെങ്കിൽ അവരുടെ നല്ല വിവാഹം ഇങ്ങനെ ഒരു ആലോചന മട്ടിൽ ഇങ്ങനെ അറിയിക്കാൻ വേണ്ടി ആൾക്കാരെ അയക്കുകയാണ് ദൂതന്മാരെ. അങ്ങനെ അവരൊക്കെ വന്നു. പക്ഷെ ഇവിടെ ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞു ആരെയാണ് ഉഗ്രൻ വിവാഹം കഴിക്കുകയെന്ന്. സോമശേഖര രാജാവ് എത്തിക്കഴിഞ്ഞു. എൻ്റെ പുത്രിയെ അങ്ങയുടെ പുത്രനെ കൊണ്ട് വിവാഹം കഴിക്കാനുള്ള ഇങ്ങനെ സ്വപ്നം വന്നതും എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഗംഭീരമായിട്ട് വിവാഹം നടക്കുകയാണ്. ഉഗ്രനെ രാജ്യാഭിഷേകവും ചെയ്തു, വിവാഹവും നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേ വർഷങ്ങൾ അങ്ങനെ പോയി. രാജാവും ഭഗവാനും ദേവിയും ഒരുപാട് വർഷങ്ങൾ സന്തോഷമായി പുത്രനെയും പുത്രവധുവിനെയൊക്കെ കണ്ടുകൊണ്ട് കാലം കഴിച്ചു. പെട്ടെന്ന് ഭഗവാൻ തീരുമാനിക്കുകയാണ്, ടൈം ഈസ് ഓവർ, കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു അവതാരത്തിൻ്റെ ലക്ഷ്യമൊക്കെ നിർവഹിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ രൂപത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ 3 ആയുധങ്ങൾ മകന് കൊടുക്കുകയാണ്. ഒന്ന് വലയം, ഒരു വലയം പോലെ വട്ടത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ആയുധം കൊടുക്കുകയാണ്. രണ്ടാമത്തെ ആയുധമാണ് ഒരു ശക്തിവേല്. ശക്തിവേൽ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശക്തി കൊടുത്തിട്ടുള്ള മന്ത്രജപം ശക്തി കൊടുത്തിട്ടുള്ള ഒരു വേല് കൊടുക്കും രണ്ടാമത്തത്. അപ്പൊ ഭഗവാന്റെ ആയുധം തന്നെയാണല്ലോ വേല്. പക്ഷെ ഇവിടെയും വേല് കിട്ടുന്നുണ്ട്, അത് അച്ഛനിലൂടെയാണ് കിട്ടുന്നത്. അങ്ങനെ വേല് കിട്ടുകയാണ്. പിന്നെ ഒരു ചണ്ടായുധം എന്ന് പറഞ്ഞിട്ട് അതൊരു പ്രഹരിക്കാൻ പറ്റിയ ഒരു ആയുധം. അങ്ങനെ 3 ആയുധങ്ങൾ കൊടുത്തിട്ട് ഭഗവാൻ പറയും, പുത്ര, ഇത് അനുയോജ്യമായ കാലം വരുന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യം നിനക്ക് വരും. രാജ്യത്തിനും പ്രജകൾക്കും ആവശ്യമായിട്ടുള്ള ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലം വരുന്ന സമയത്ത് ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് നീ അവരെ രക്ഷിക്കണം. നീ നിന്റെ കുടുംബത്തെയും അതുപോലെ തന്നെ പ്രജകളെയും രക്ഷിക്കണം എന്ന് പറഞ്ഞു. ശരി, അതൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ച് പുത്രനോട് യാത്ര പറഞ്ഞ് ആലിംഗനം ചെയ്ത് പുണർന്ന് മൂർധാവിൽ ചുംബിച്ച് അമ്മയും അച്ഛനും മകനോട് രാജ്യത്തുള്ള എല്ലാവരോടും ഒരു മനസ്സുകൊണ്ട് യാത്ര പറഞ്ഞ് നേരെ ആ മൂലലിംഗത്തിൽ പോയി അന്തർധാനം ചെയ്തു. അങ്ങനെ അപ്പോൾ ഇത് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും എല്ലാം എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും ഈശ്വരഭക്തിയും ഉണ്ടാവട്ടെ. അപ്പോൾ അടുത്ത 14ാമത്തെ ലീലയാണ് ദേവേന്ദ്രന്റെ മൗലിഭഞ്ജനം. അപ്പം 14ഉം 15ഉം ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഉഗ്രൻ ശത്രുനാശം ചെയ്യുന്നത് എന്നാണ്. ദേവേന്ദ്രന്റെ മൗലിഭഞ്ജനവും അതേപോലെ തന്നെ അടുത്തത് വരുന്നത് മഹാമേരുതാടനം. അപ്പൊ 14ഉം 15ഉം ലീലകൾ വരുന്നത് ദേവേന്ദ്രന്റെ മൗലിഭഞ്ജനവും പിന്നെ അതേപോലെ തന്നെ മഹാമേരുതാടനം. ദേവേന്ദ്രന്റെ മൗലിഭഞ്ജനം എങ്ങനെയാ വരുന്നത് എന്ന് പറയാം. രാജ്യത്തിൽ കുറേ വർഷങ്ങൾ അങ്ങനെ ഭരിച്ച് നന്നായിട്ടെല്ലാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഗ്രഹങ്ങൾ മാറാൻ തുടങ്ങി. വക്രഗതിയിലൊക്കെ ശുക്രൻ വന്ന് സഞ്ചരിക്കാൻ തുടങ്ങിയ സമയത്ത് രാജ്യത്ത് വളരെയധികം അനാവൃഷ്ടി ഉണ്ടായി. എന്ന് വെച്ചാൽ മഴയില്ലായ്മ, കടുത്ത മഴയില്ലായ്മ വന്നപ്പോൾ സസ്യങ്ങളെല്ലാം ഉണങ്ങിപ്പോകും നാച്ചുറലി. അപ്പോൾ ഭക്ഷണത്തിനുള്ള ദാരിദ്ര്യം ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ രാജ്യത്തിന് വല്ലാത്ത ഒരു ആപത്തിൻ്റെ കാലം വരാൻ തുടങ്ങി. അങ്ങനെ വന്ന സമയത്ത് അഗസ്ത്യ മുനിയുടെ അടുത്ത് പോയി ചോദിച്ചു എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും പോയിട്ട് സോമവാര വ്രതം, ഹാലാസ്യത്തിൽ പോയി സോമവാര വ്രതം എടുക്കാൻ പറയും. സോമവാര വ്രതത്തിനെ പറ്റി ഉള്ള വിധികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനത് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അത് മുഴുവൻ പറയാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ സോമവാര വ്രതം എടുത്തിട്ട് പിന്നെ എടുത്താൽ ഇന്ദ്രൻ്റെ അടുത്ത് പോകാനാണ് പറയുക. ഇന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് കാര്യം പറയാം എന്ന് പറയും. ശരി, അങ്ങനെ ഉഗ്രനും പരിവാരങ്ങളും കൃത്യമായ രീതിയിൽ എല്ലാ തരത്തിലുള്ള നിഷ്ഠകളോടും കൂടി സോമവാര വ്രതം എടുത്ത് ദേവേന്ദ്രനെ സമീപിക്കുകയാണ്.
ദേവേന്ദ്രന് വലിയൊരു സന്തോഷമില്ല ഉഗ്രസേന. കാരണം ഉഗ്രപാണ്ഡ്യൻ എന്താണ്, ഏറ്റവും നല്ല രാജാവായിട്ട് ഇങ്ങനെ ജനങ്ങൾക്ക് സ്വർഗത്തിൽ പോലും പോണ്ട എന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു നമ്മൾ പറയുന്നില്ലേ രാമരാജ്യ സങ്കല്പം, അങ്ങനെ ഒരു എല്ലാ തരത്തിലും ജനങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാലഘട്ടം ആയിരുന്നു ഒരു അദ്ദേഹത്തിൻ്റെ രാജ്യഭരണത്തെ കാലത്ത്. അപ്പോൾ ദേവേന്ദ്രന് എന്തായാലും അസൂയ വന്നു തുടങ്ങി. എനിക്ക് അദ്ദേഹം ഒരു ഭീഷണിയായി മാറുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. അപ്പോൾ ഇവർ 3 പേരും ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരാണ് പോയിട്ട് ദേവേന്ദ്രനെ കാണുന്നത്. ഇവർക്കൊന്നും മഴയില്ല. അപ്പൊ ദേവേന്ദ്രൻ്റെ അടുത്ത് പോയപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ദേവേന്ദ്രൻ ചെയ്യുന്ന ഒരു ചെറിയൊരു പീഠം പോലത്തെ ഒരു സീറ്റും നമ്മുടെ പലകയുടെ ഹൈറ്റുള്ള ഒരു സീറ്റും അപ്പുറത്തും ഇപ്പുറത്തും വേറെ വലിയ 2 സിംഹാസനങ്ങളും ഇടും. അപ്പോൾ ചേര രാജാവും ചോള രാജാവും അതിൽ പോയിരുന്നു. 3-മത്തെ ഇത് പീഠം മാത്രമേ ഉള്ളൂ. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ അത്രയും കെങ്കേമനായ രാജാവാണ്, എന്നിട്ട് അപമാനിക്കാൻ വേണ്ടി ദേവേന്ദ്രൻ ചെയ്യുന്നതാണ്. അപ്പൊ ഉഗ്രൻ ചുറ്റും നോക്കിയപ്പോൾ അതിൻ്റെ കുറച്ച് അപ്പുറത്തായി മാറ്റിയിട്ടത് കണ്ടു സിംഹാസനം. ഈ പീഠം കാലുകൊണ്ട് ഒരു തൊഴി കൊടുത്തിട്ട് പോയി ആ സിംഹാസനം എടുത്തു കൊണ്ടുവന്നിട്ട് അതിലിരുന്നു. അത് ദേവേന്ദ്രന് ഒട്ടും ഇഷ്ടമായില്ല, അപമാനിച്ച പോലെയായി തോന്നി. അപ്പോൾ അത് കാണിച്ചില്ല. പക്ഷെ എന്നിട്ട് ആഭരണങ്ങൾ ഒക്കെ ദാനം ചെയ്യും. ഇങ്ങനെ കാഴ്ച വെക്കുമല്ലോ ഇങ്ങനെ രാജാക്കന്മാരൊക്കെ വരുമ്പോൾ. അപ്പോൾ വില കുറഞ്ഞിട്ടുള്ള ലോ ക്വാളിറ്റി ആഭരണങ്ങളൊക്കെ ഉഗ്രന് കൊടുക്കും, ബാക്കിയുള്ളവർക്കൊക്കെ നല്ലത് കൊടുക്കും. ഇങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു രസൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അപ്പോൾ അങ്ങനെ അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഴയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. മഴയെല്ലാം വന്നോളൂ അനുഗ്രഹിച്ചയച്ചു ദേവേന്ദ്രൻ. മഴ വന്നത് ചേര രാജ്യത്തും ചോള രാജ്യത്തും മാത്രം മഴ കിട്ടി. പാണ്ഡ്യ രാജ്യത്ത് മഴയില്ല. ഉഗ്ര പാണ്ഡ്യന് മാത്രം മഴയില്ല. അപ്പോൾ അവിടെ രാജ്യത്തെ ആൾക്കാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസം ഒരിക്കൽ രാജാവ് നായാട്ടിന് പോവുകയാണ്. അപ്പോൾ ഈ പുഷ്കലാവർത്താതി മേഘങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്നത് കാണുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇതാണ് അവസരം എന്ന് പറഞ്ഞിട്ട് അത്രയും ശക്തനാണ്, പോയി ആ മേഘങ്ങളെ ബന്ധിച്ചു കൊണ്ടുവന്നു, തുറുങ്കിലടച്ചു. അപ്പൊ ദേവേന്ദ്രനെ മഴ പെയ്യിക്കാനുള്ള മേഘങ്ങളാണത്. അപ്പൊ ദേവേന്ദ്രന് വേറെ ഒരു വഴിയുമില്ല. ദേവേന്ദ്രൻ എന്ത് ചെയ്തു, ശരി ഇനിയിപ്പോ ഒരു വഴിയില്ല, പോയി മാപ്പ് പറയല് നിവൃത്തിയുള്ളൂ എന്ന് പറയും. അപ്പൊ ആദ്യം മാപ്പല്ല പറയുന്നത്, വന്നിട്ട് യുദ്ധം ചെയ്യാനാണ് വരുന്നത്. യുദ്ധം ചെയ്യുന്ന സമയത്ത് വലിയ യുദ്ധം നടക്കുകയാണ്. ആദ്യം അസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച്, പിന്നെ അതെല്ലാം പൊട്ടിക്കഴിഞ്ഞ് വില്ലൊക്കെ പൊട്ടി ഒരു സൈഡിലേക്കിട്ട് 2 പേരും മല്ലയുദ്ധത്തിനൊക്കെ പുറപ്പെടുന്ന സമയത്ത് പെട്ടെന്നാണ് ഈ വലയം എന്ന ആയുധം ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ വലയം എന്ന ആയുധം എടുത്ത് ഇന്ദ്രന്റെ മൗലിയിൽ ഇങ്ങനെയാണ് വരുന്നത്. വലയം എടുത്തിട്ട് കിരീടം. അപ്പൊ കിരീടം, മുന്നേ ഒരു ശാപമുണ്ട് ഇന്ദ്രന്. എന്ത് ശാപം? തല അടിച്ചുടയ്ക്കുന്നു അല്ലേ? പിന്നെ മുന്നേ ഒരു മുനിശാപുണ്ട്. അപ്പൊ അത് ഫലത്തിലായി വരണം. അപ്പൊ തല അടിച്ചുടയ്ക്കുന്നതിന് പകരം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കിരീടം മാത്രം ഈ വലയായുധം കൊണ്ട് കിരീടം അടിച്ചുടച്ചു. അപ്പൊ എന്തായി, ഈ ദേവേന്ദ്രൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. മഴ എല്ലാം വന്നോളും എന്ന് പറഞ്ഞിട്ട് ദേവേന്ദ്രൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ നല്ല മഴയൊക്കെ കിട്ടാൻ തുടങ്ങി. അതാണ് വലയം എന്ന ആയുധം ഉപയോഗിക്കുന്നത്. പിന്നെ ശക്തിവേൽ ഉപയോഗിക്കുന്നതാണ്. ദേവേന്ദ്രൻ വരികയാണ്. ദേവേന്ദ്രൻ അപ്പൊ അടുത്ത അറ്റാക്കാണിത്. ആ വലിയ ഒരു സുനാമിയൊക്കെ പോലെ ഇല്ലേ, അതുപോലെയുള്ള തിരമാലകൾ നിറഞ്ഞിട്ടിങ്ങനെ ഒരു ദിവസം രാത്രി എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മധുരാ നഗരത്തിൽ ഒരു ഇരമ്പൽ കേൾക്കുകയാണ്. സമുദ്രത്തിൻ്റെ ഇരമ്പൽ ഇങ്ങനെ കേട്ടു തുടങ്ങി. ആളുകളൊക്കെ എന്താ ഇത്, വളരെ അടുത്ത് സമുദ്രം ഉണ്ടാകുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ ഈ തിരമാലകൾ ഇങ്ങനെ വരുന്നത്. പക്ഷേ ഇത് സാധാരണ തിരമാലകളല്ല, ഭീമാകാരമായ തിരമാലകൾ കൊണ്ടുവന്ന് ആക്രമിക്കുകയാണ്. അപ്പോൾ ഈ ആക്രമണം വന്ന സമയത്ത് ശക്തിവേൽ, അപ്പൊ എല്ലാവരും വന്നിട്ട് വിളിക്കാൻ തുടങ്ങും, രാജാവേ വലിയ സമുദ്രത്തിന്റെ ആക്രമണം വരികയാണ്, രക്ഷിക്കണേ രക്ഷിക്കണേന്ന്. അപ്പോൾ ഉഗ്രൻ നല്ല ഉറക്കാണ്. അപ്പോൾ ഭഗവാൻ സിദ്ധരൂപനായിട്ട് വന്നിട്ട് മൂലലിംഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് പറയും, ഉഗ്ര എന്തൊരു രാജാവാണ്, ഈ ക്ഷതത്തിൽ നിന്ന് രക്ഷിക്കുന്നവനല്ലേ ക്ഷത്രിയൻ, വേഗം എഴുന്നേറ്റ് ജനങ്ങളുടെ രക്ഷ ചെയ്യൂ, അവരൊക്കെ പ്രാണരക്ഷാർത്ഥം ഓടി വരികയാണ്, വേഗം എഴുന്നേൽക്കൂ എന്ന് പറയും. അങ്ങനെ എഴുന്നേൽപ്പിച്ച് വിട്ട് പിന്നെ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ഈ സമുദ്രത്തിന്റെ ഇരമ്പലിന്റെ സ്ഥലത്തേക്ക് എല്ലാവരും കൂടി പോവാണ്. അപ്പോൾ ഭഗവാൻ
കണ്ണുകൊണ്ട് ഒരു കാണിക്കൽ കാണിക്കും ഉഗ്രനോട്, വേഗം ഉപയോഗിച്ചോളൂ ശക്തിവേൽ എന്ന്. അങ്ങനെ ശക്തിവേൽ ഉപയോഗിച്ച് അദ്ദേഹം സമുദ്രത്തിന് താടനം ചെയ്യുമ്പോൾ അങ്ങനെ സമുദ്രം ഓടി രക്ഷപ്പെടുകയാണ്. സമുദ്രമൊക്കെ ഇനി ഈ ഭാഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോവാണ്. അങ്ങനെ അതാണ് ശക്തിവേലിന്റെ ആയുധപ്രയോഗം. പിന്നെ ഉപയോഗിക്കുന്നത് ചണ്ടായുധമാണ്. ചണ്ടായുധം വരുന്നത് അനാവൃഷ്ടി വരികയാണ്. പിന്നെയും രാജ്യത്ത് അനാവൃഷ്ടി വരികയാണ്. ഇതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ ദോഷം കാരണം അനാവൃഷ്ടി വരുന്ന സമയത്ത് ഈ ജാതകം ഇതെങ്ങനത്തെ ഒക്കെ നോക്കി പുരോഹിതന്മാർ പറയുകയാണ്, ഇതിന് അന്തണ ദേവാദികൾക്ക് ധനതർപ്പണം ചെയ്യണം. ധനതർപ്പണം ചെയ്തു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ അതിന് മാത്രം ധനമില്ല. രാജ്യത്തെ ഖജനാവൊക്കെ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അനാവൃഷ്ടി വന്നു കഴിഞ്ഞാൽ മഴയില്ലെങ്കിൽ കൃഷിയില്ലെങ്കിൽ ആളുകൾക്ക് ജീവിക്കാനുള്ള വകയില്ല. അപ്പൊ അങ്ങനെയുള്ളതാകുമ്പോൾ കൊട്ടാരത്തിലുള്ള ഖജനാവിലുള്ള പണം മുഴുവൻ അതിലേക്ക് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും വരുന്നില്ല, ഇങ്ങോട്ട് വരുന്നില്ല. ഇവര് കച്ചവടം ചെയ്ത് വ്യവസായം ചെയ്തിട്ട് വേണം കൊട്ടാരത്തിലെ ഖജനാവിലേക്ക് പണം ഉണ്ടാവാൻ വേണ്ടി. ഇപ്പം പിന്നെ വേറെ മാർഗങ്ങളുണ്ട്. പക്ഷേ ഇതിന് മാത്രം അതിന് ഒരുപാട് സ്വർണം ആവശ്യമുണ്ട് ഈ ഒരു പൂജ ചെയ്യാൻ വേണ്ടി, ധനതർപ്പണം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതെങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞ് ചിന്തിച്ച സമയത്ത് ഇതിങ്ങനെ എങ്ങനെയാണ് മഴ കിട്ടുക, ധനമില്ലല്ലോ എന്ന് പറഞ്ഞ് മനസ്സ് വിഷമിക്കുന്ന സമയത്ത് പുത്രന്റെ ദുഃഖം കണ്ട് ഭഗവാൻ കാരുണ്യവാനായിട്ട് സ്വപ്നദർശനത്തിൽ വന്നിട്ട് പറയും, പുത്ര, ചണ്ടായുധം നിനക്ക് ഓർമ്മയില്ലേ ഞാൻ തന്നത്, അതെടുത്ത് മേരുവിനെ പ്രഹരിക്കുക. മേരുവിൽ നിന്ന് നിനക്ക് വേണ്ട ധനം, സ്വർണ്ണ കട്ടികളെല്ലാം ലഭിക്കും, അതുകൊണ്ട് ഭയപ്പെടരുത് എന്ന് പറയും. അങ്ങനെ സന്തോഷത്തോടു കൂടി അദ്ദേഹം മന്ത്രിമാരൊക്കെ ആയിട്ട് കാര്യം പറഞ്ഞ് മേരുവിൻ്റെ അടുത്തേക്ക് പോകും. മേരുവിൻ്റെ അടുത്തേക്ക് ആദ്യം പോയപ്പോൾ മേരു അത്ര വലിയ ഗൗനിച്ചില്ല. അപ്പോൾ ഈ ചണ്ടായുധം കൊണ്ട് ഒരു പ്രഹരം കൊടുത്തു. അപ്പോൾ മേരു പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്നും സുന്ദരേശനെ ദർശനം ചെയ്തിട്ട് വരുന്നതാണ്, ഇന്ന് ഞാൻ പോയില്ല, അതിനുള്ള അടിയാണ് അങ്ങ് തന്നത്, എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ശില കാണിച്ചു കൊടുത്ത് ആ പർവ്വതത്തിൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ ഭേദിച്ച്, ഈ ആയുധം കൊണ്ട് തന്നെ ഭേദിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്വർണത്തിൻ്റെ കട്ടകളായിട്ട് വരികയാണ്. അപ്പോൾ അതിനുള്ള ഭടന്മാരൊക്കെ വന്ന് അതൊക്കെ വലിയ വലിയ ഭാണ്ഡങ്ങളാക്കി കെട്ടി കൊണ്ടുപോയി ധനതർപ്പണം എന്ന കാര്യം ചെയ്ത് അങ്ങനെയുള്ള ഹോമ തർപ്പണാദികളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ വരാൻ തുടങ്ങി. അങ്ങനെ രാജ്യം വീണ്ടും ഫലഭൂയിഷ്ഠമായി അഭിവൃദ്ധിയിലേക്ക് പോയി എന്നാണ്. അപ്പം ഈ 3 ആയുധങ്ങൾ കൊടുത്ത് പുത്രനെയും പ്രജകളെയും രക്ഷിച്ച ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും അവനവൻ്റെ മനസ്സിലുള്ള ദുഃഖങ്ങളെല്ലാം ഭഗവാന് കൊടുത്ത് ഇതുപോലെ നമ്മളെയും കാത്തു രക്ഷിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ലീലയിലേക്ക് പോവാണ്. 16ാമത്തെ ലീല വേദാർത്ഥ ബോധനം എന്നുള്ള ലീലയാണത്. അത് ഹാലാസ്യത്തിൻ്റെ ഒരു മാഹാത്മ്യം ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്. നമ്മൾ കാശി, ഗയ, ഗോകർണം, ശ്രീപർവ്വതം, അതുപോലെ തന്നെ ചിദംബര ക്ഷേത്രം, ഇവിടെയൊക്കെ ഒരുപാട് മാഹാത്മ്യം ഉണ്ടെന്ന് നമുക്കറിയാം. ഇവിടെയൊക്കെ നമ്മൾ എല്ലാ ദിവസവും പോയി തൊഴുതിട്ട് കിട്ടുന്ന ഫലം ഹാലാസ്യത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് കിട്ടുന്നതാണ് ഇതിൽ പറയുന്നത്. അപ്പം സർവ്വപുണ്യസ്ഥലങ്ങളും അതുപോലെ തന്നെ ഭഗവാനെ സർവജ്ഞലിംഗം ആയിട്ട് ആരാധിക്കുക, മനസ്സിൽ സങ്കല്പിച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ എല്ലാ തീർത്ഥങ്ങളിലും എല്ലാ പുണ്യക്ഷേത്രങ്ങളിലും പോയ ഫലം അവിടെ നിന്ന് തന്നെ കിട്ടും. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളുടെ മാനസിക സങ്കല്പം എന്താണ്? നമ്മൾക്ക് പലപ്പോഴും ഇപ്പോൾ ഇവിടെ നമ്മളൊരു ക്ഷേത്രത്തിൽ പോവാണ്, നമുക്കിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി പൂജ ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ നമുക്ക് മനസ്സുകൊണ്ട് ചെയ്യാം. നമ്മളെ മനസ്സ് അത്രമാത്രം പവർഫുള്ളാണ്. അപ്പം നമ്മൾ കരങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ കാര്യവും നമുക്ക് മനസ്സുകൊണ്ട് ചെയ്യാം. ഒന്നും വേണ്ട. എന്താ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത്? മാനസിക പൂജയ്ക്ക് എന്താ വേണ്ടത്? ഒരുപാട് പ്രേമം. ഇത് ഭഗവാൻ ഗീതയിലും പറയുന്നില്ലേ, നിങ്ങൾ ഭക്തിയോടുകൂടി ഒരു ഇത്തിരി ജലം, ഒരു തുളസീദളം അത്രയും വേണ്ടു, ഞാൻ സന്തോഷിച്ചോളാം എന്ന് പറയുന്ന പോലെ തന്നെയാണ് മഹാദേവനും. അപ്പം നമ്മളുടെ മനസ്സുകൊണ്ട് അത് സങ്കല്പിച്ച് ഭഗവാനെ നമ്മൾ വെറുതെ എല്ലാ ദിവസവും നമുക്ക് രാവിലെ എല്ലാം ചെയ്യുന്നില്ല, അതുപോലെ തന്നെ മാനസികമായിട്ട് നമുക്ക് ഭഗവാന് വേണ്ടത് കൊടുക്കാം, പ്രാർത്ഥിക്കാം, നമുക്ക് അർച്ചന ചെയ്യാം, അഭിഷേകം ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ പറയുന്നതിനിടയ്ക്ക് തന്നെ ഹാലാസ്യത്തിൽ ഭഗവാന്റെ ആ സുന്ദരേശ്വര ലിംഗത്തിൽ തന്നെ നമുക്ക് ധാരയായിട്ട് മനസ്സിൽ തന്നെ ചെയ്യാലോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ അതിനുള്ള ഫലം കിട്ടും എന്നാണ് ഇതിൽ പറഞ്ഞത്. സർവജ്ഞ ലിംഗമായിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ സർവ്വപുണ്യസ്ഥലങ്ങളും
ക്ഷേത്രങ്ങളും സർവ്വതീർത്ഥ സ്ഥലങ്ങളും ദർശിച്ചാലുണ്ടാകുന്ന ഫലമാണ് ഉണ്ടാവുക. ഇത് നമുക്കുള്ളൊരു ക്ലൂ ആണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ക്ലൂസ് ഒക്കെ പെറുക്കി പെറുക്കി എടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ട് നോക്കൂ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നതെന്ന്. നമ്മൾ വിചാരിക്കാത്ത പല പല മാറ്റങ്ങളും നമ്മളെ തേടിയെത്തുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഈ കഥകൾ തുടങ്ങിയപ്പോൾ തന്നെ ഭഗവാനുമായിട്ട് നമുക്ക് അടുപ്പം വന്നില്ല. അതിപ്പോൾ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഭഗവാന്റെ ഈ ഒരു വശം നമ്മൾ അറിഞ്ഞ് വരികയാണ്. അപ്പോൾ അതിനുള്ള മാറ്റങ്ങൾ എന്തായാലും വരും. അടുത്ത കഥ വേദാർത്ഥ ബോധനാണ്. കണ്വാദി മഹർഷികൾക്ക് വേദാന്തത്തിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഉപനിഷത്ത് വാക്യം. അപ്പോൾ എന്താണ് പ്രജ്ഞാനം? ബോധമാണ്. അപ്പോൾ ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും കണ്വാദി മഹർഷിമാർ പഠിച്ചു വെച്ചു. പക്ഷേ ഇത് എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. ഇതാണ് നമ്മുടെ പലരുടെയും പ്രോബ്ലം. ഇതായിരിക്കില്ലേ, പലതും നമ്മൾ കാണുന്നു, യൂട്യൂബിൽ കാണുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, പക്ഷേ എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. എക്സ്പീരിയൻസ് വേണമെങ്കിൽ എന്തു വേണം? അതിന് മാത്രം പവർഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയിരിക്കണം. ഇപ്പൊ ഹാലാസ്യത്തിലൊക്കെ പോയി സാധന ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതിന്റെ 100 ഇരട്ടി 1000 ഇരട്ടി ഫലമാണ് അവിടെ പോയിട്ട് സാധന ചെയ്താൽ. അതേപോലെയുള്ള ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും ദുഷ്കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ദുഷ്ഫലവും ഇരട്ടിയായിരിക്കും. അതും കൂടി മനസ്സിലാക്കി വെക്കണം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഉണ്ടാകുന്ന ഒരു കാര്യം. അപ്പൊ വേദാന്തത്തിന്റെ അർത്ഥം ബോധിപ്പിക്കണം. അപ്പൊ അതിന് ആരാണ് പറ്റിയ ഗുരു ഇല്ല. അപ്പൊ നമുക്ക് പലർക്കും ഉണ്ടാവില്ലേ ഗുരു ഇല്ല എന്നുള്ള ദുഃഖം. അപ്പൊ ഈ ഗുരുവായിട്ട് ഭഗവാൻ ഏതെങ്കിലും രൂപത്തിലെത്തും. അതൊന്നുമില്ല ഒരു പുസ്തകത്തിന്റെ രൂപത്തിലായിട്ടായിരിക്കും നമുക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വീഡിയോന്റെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ഒരാൾ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളായിട്ടായിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല ഭഗവാന്റെ ഗ്രേസ് എങ്ങനെ വരുന്നു എന്നുള്ളത്. അപ്പൊ സർവജ്ഞരി അപ്പൊ വേദാർത്ഥ ബോധനത്തിനായിട്ട് കണ്വാദികൾ ഗുരുവില്ലാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ ഹരഭക്തൻ എന്ന് പറഞ്ഞിട്ടൊരു ഭൂസുരൻ അവിടെ വരികയാണ്. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്താ ദുഃഖിച്ചിരിക്കുന്നത്? അപ്പൊ പറയും, ഞങ്ങൾക്കൊരു ഗുരു ഇല്ല, ഞങ്ങൾക്ക് വേദാന്തത്തിന്റെ അർത്ഥം മനസ്സിലാക്കണം എന്നുണ്ട് എന്ന് പറയും. അങ്ങനെ അദ്ദേഹം ഇരിക്കും, പുസ്തകം അങ്ങനെ ഈ ഹാലാസ്യത്തിൽ. അപ്പൊ എന്താ പറയാ, ഹാലാസ്യത്തിൽ ദക്ഷിണാമൂർത്തിയെ ഭജിക്കുക എന്നാണ്, അങ്ങനെ പറഞ്ഞിട്ടാണ് ഹാലാസ്യത്തിൽ വരുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഹാലാസ്യത്തിൽ ഇരുന്ന് എന്ത് സാധന ചെയ്താലും അതിന് ഇരട്ടി പുണ്യം ഉണ്ടാവും എന്ന് പറയും. അപ്പൊ എന്തൊക്കെ പുണ്യങ്ങളാണ് കിട്ടുക? വിദ്യാസിദ്ധി, ജ്ഞാനം ലഭിക്കും ഹാലാസ്യത്തിൽ പോയി സാധന ചെയ്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സിദ്ധി, സാധന ചെയ്യണമെന്ന് തന്നെ നിർബന്ധമില്ല, ദർശനം ചെയ്താൽ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കണ്ടു ഒരു സംവത്സര വ്രതമായിട്ട് അവിടെ വന്ന് വെറുതെ ദർശനം ചെയ്ത് കണ്ടിരിക്കുക, ഭഗവാനെയും ദേവിനെയും കാണുക, തൊഴുക അങ്ങനെയുള്ള ഒരു അമ്മേനെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊരു വാടക വീടൊക്കെ എടുത്ത് അവിടെ അടുത്ത് തന്നെ താമസിച്ച് അങ്ങനെ ചെയ്യുന്ന അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അവിടെ. അപ്പോൾ സംവത്സര ആയിട്ട് ചെയ്യാം, ഒരു പൗർണമി, ചിത്ര പൗർണമി മുതൽ അടുത്ത പൗർണമി വരെ എന്നാണ് അവരോട് പറഞ്ഞത്. അങ്ങനെ ഹാലാസ്യത്തിൽ വന്ന് ഭജിക്കുമ്പോഴാണ് ഈ ഹരഭക്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യോഗി വന്ന് വിദ്യാധനം, അങ്ങനെ വിദ്യാസിദ്ധി, യോഗസിദ്ധി, പിന്നെ മറ്റുള്ള സിദ്ധികളെല്ലാം പെട്ടെന്ന് തന്നെ ഇവിടെ ഉണ്ടാവും എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെയാണ് ഭഗവാൻ ജ്ഞാനമുദ്രയിൽ ഒരു അമൃത കുംഭവും അക്ഷമാലയും 4 കരങ്ങളിൽ ധരിച്ചുകൊണ്ട് വടമൂലത്തിൽ ത്രിനേത്രങ്ങളോട് കൂടിയിരിക്കുന്ന ആ ദക്ഷിണാമൂർത്തിയുടെ അടുത്ത് അവരെത്തുകയാണ്. അപ്പോൾ അവിടെ ഹരഭക്തൻ ഒരു മന്ത്രം ഉപദേശിക്കുകയാണ്. 22 ബീജാക്ഷരങ്ങളുള്ള മന്ത്രമാണത്. അത് മേധാവിദ്യയെ ജപിച്ചു കൊടുക്കുകയാണ്. അപ്പൊ മേധാവിദ്യ എന്ന് പറയുന്ന അതിന്റെ ഫലം എന്താ പറയുന്നത് വെച്ചാൽ വിദ്യപ്രദായിനിയാണ്. ഏത് വിദ്യ? പരാവിദ്യ. അതിനേക്കാൾ മുകളിലായിട്ടൊരു വിദ്യ ഇല്ല. അതെന്താണ്? ബ്രഹ്മവിദ്യ, ജ്ഞാനം. ബ്രഹ്മജ്ഞാനത്തിന് പാകമാക്കുന്ന ഈ മന്ത്രം ആണ് ഉപദേശിച്ചത്. അങ്ങനെ 22 ബീജാക്ഷരങ്ങളുള്ള ഈ മന്ത്രം ഉപയോഗിച്ച് അതിൻ്റെ അപ്പോൾ ഒരു പുരസ്ചരണം ചെയ്യുന്ന സമയത്ത് അർച്ചനം, ഹവനം, തർപ്പണം, ഹോമം, അതുപോലെ തന്നെ വിപ്രഭോജനം, ഇതെല്ലാം അതിൻ്റെ നിഷ്ഠയിൽ ചെയ്തു അവര്. എന്നിട്ട് എന്തായി? അവര് പഞ്ചവിധ ഉപാസനകൾ കൊണ്ട് എല്ലാം ഭഗവാനെ പ്രീതിപ്പെടുത്തി സർവ്വവേദാർത്ഥ രൂപിയായ ദക്ഷിണാമൂർത്തി അവിടെ 16 വയസ്സുള്ള ആ രൂപത്തിൽ വരികയാണ്. അങ്ങനെ എല്ലാ വേദങ്ങളുടെയും പൊരുളായ വേദത്തിൻ്റെയും വേദാർത്ഥത്തിൻ്റെയും പൊരുൾ പറഞ്ഞു കൊടുക്കുകയാണ്. പറയാണ്, വേദം ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഇതാണ്, വേദം ഒന്ന് മാത്രമേ ഉള്ളൂ, വേദാർത്ഥവും ഒന്നേ ഉള്ളൂ. എന്താർത്ഥം? ഇതെല്ലാം ഒരേ വസ്തുവിനെ കുറിച്ചാണ്
പല 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 തരത്തിൽ വിഭജിക്കപ്പെട്ട് പറയുന്നത്. അപ്പം മായയുടെ പവർ എന്താണ്? മായ എന്ന് പറഞ്ഞാൽ ഡിവൈഡിങ് പവറാണ്. മായയ്ക്ക് 2 പവറാണ് ഉള്ളത്. ഒന്ന് മറച്ചു കളയുക, ജ്ഞാനത്തിന് മറച്ചു കളയുക. രണ്ടാമത്തത് ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണിക്കുക. ഈ 2 പവറും ആണ്, വെയിലിംഗ് പവർ ആണ് മായയുടെ പ്രധാനപ്പെട്ട പവർ. അതെന്താ വെയിലിംഗ് പവർ? ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്നില്ലേ, നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് എന്തായിട്ടാണ്? ഞാൻ ഈ ശരീരമായിട്ടാണ് എന്നുള്ള വിശ്വാസത്തിലല്ലേ ഇരിക്കുന്നത്. മായ ഉണ്ടാക്കി കാണിക്കുന്നതാണ് അത്. യഥാർത്ഥത്തിൽ ഈ ഞാൻ എന്നുള്ള ആ ഉള്ളിലത്തെ ആ ബോധമില്ല, അതും ശരീരത്തുമായിട്ടൊരു ബന്ധമില്ല ശരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബന്ധം ഉണ്ടെന്ന് തോന്നുന്നത്? കാരണം മായ, അതാണ് മായ. അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ മായാശക്തി, വിഭജന ശക്തി, അത് കാരണമാണ് ഈ വേദങ്ങളൊക്കെ ഒരുപാട് അനന്ത ശാഖകൾ ഉണ്ടായിട്ടുള്ളതെന്ന് പറയും. അതുപോലെ തന്നെ തത്വമസ്യാദി വാക്യങ്ങളാൽ പ്രതിപാദിക്കുന്നത് സുന്ദരേശനാണ്. നമ്മൾ പറയും തത്വമസി. ഇന്നലെ നമ്മൾ ശിവോഹത്തിന് തുടങ്ങുന്ന ദിവസം വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞു. ഇന്നലെയും കുറച്ച് ഭാഗങ്ങൾ അതിനെപ്പറ്റി പറയും. കാരണം അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിലൊന്നും ഒരു അർത്ഥവും ഇല്ല. നമ്മളിതെല്ലാം പ്രഭാഷണങ്ങളിലും കഥകളിലും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. എന്തിനാണ് ഇങ്ങനെ ഒരു ചാപ്റ്റർ ഇതിലുണ്ടായത്? എന്തിനാണ് ഇങ്ങനെ ഒരു ലീല ഇവിടെ പറയുന്നത്? അത് വെറുതെ കഥ പറഞ്ഞു പോയപ്പോൾ ഇല്ല. ഇവിടെ വേദാന്ത അർത്ഥ ബോധനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീല വെച്ചിരിക്കുക ഭഗവാൻ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ. നിങ്ങളാണെന്ന് വിചാരിക്കുന്ന ആ കാര്യമില്ലേ, അത് നിങ്ങളല്ല. നിങ്ങളുടെ സ്വരൂപം അതല്ല യഥാർത്ഥ സ്വരൂപം. നിങ്ങളൊരു ഐഡന്റിറ്റി ക്രൈസിസിൽ പെട്ടിരിക്കുകയാണ്. ഈ ശരീരമാണ് ഞാൻ, ഈ വ്യക്തിയാണ്. നമ്മൾ ചെയ്യുന്ന വേഷങ്ങളിൽ അമ്മയായിട്ട് വേഷമുണ്ട്, അച്ഛനായിട്ട്, ഓഫീസിൽ സ്റ്റാഫായിട്ട്, ഇങ്ങനെയുള്ളതൊക്കെ പല പല വേഷങ്ങൾ. ഞാൻ ഇതാണ്, വാട്ട് യു ഡു എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അപ്പോൾ അത് അല്ലെ കാര്യങ്ങൾ ഇങ്ങനെ പുറത്ത് പറയാൻ തുടങ്ങും. കാരണം നമ്മളെ വിചാരം ഇതാണ്. ഈ വേഷങ്ങളുടെ ഒക്കെ ഒരു ഉദാഹരണം നോക്കൂ. നമ്മൾ ഓഫീസിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ബോസായിട്ട് ഇരിക്കുന്നു കുറേ രാവിലെ മുതൽ വൈകുന്നേരം വരെ. വീട്ടിൽ വന്ന് കുട്ടി എൻ്റെ ഒരു കസിൻ ഉണ്ടാവും. ആ കുട്ടി ഇങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് തലയ്ക്ക് കടിക്കും. ഇവിടെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ തലയ്ക്ക് കടിച്ച് കളിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അവര് അച്ഛനായി മാറുകയാണ്, അച്ഛൻ്റെ വേഷം. ആ ഗൗരവമുള്ള ആ ഒരു ഓഫീസിലത്തെ വേഷം അവിടെ പോയി, അതില്ല. അപ്പൊ ഓരോ വേഷങ്ങൾക്കും ഇന്ന സമയമുണ്ട്. അത് കഴിഞ്ഞാൽ എന്താണ്, ആ സമയം കഴിഞ്ഞാൽ നമ്മൾ ആ വേഷം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാക്ഷിയാണ്. അതാണ് നിത്യസാക്ഷി എന്ന പദം ഈ ദക്ഷിണാമൂർത്തി സ്തോത്രങ്ങളിലെല്ലാം കാണാം അല്ലേ. നിത്യസാക്ഷിയായിരിക്കുന്ന ഭഗവാൻ. അപ്പൊ ഈ സാക്ഷി രൂപത്തിൽ ഇരുന്ന് എവിടെയും അല്ല, ഇവിടെ ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ ഈ രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരേ ഒരു വസ്തു, ഇതാണ് ആചാര്യസ്വാമികൾ പറഞ്ഞിരുന്നത്. ആചാര്യസ്വാമികൾ പറഞ്ഞു, ഒരു കുടത്തിന് ഒരുപാട് നമ്മൾ തുളകൾ ഇടുകയാണ്. അതിനുള്ളിലൊരു ദീപം കത്തിച്ചു വെച്ചാൽ നമ്മൾ കുറേ പ്രകാശങ്ങളുണ്ടല്ലോ, കുറേ ലൈറ്റ്സ് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ പറയും LED ലാംപ്സ് ഒക്കെ. അപ്പൊ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നില്ലേ? അല്ല, ഇതെല്ലാം ഒരൊറ്റ വിളക്കാണ്. ഈ കുടത്തിന് അകത്ത് ഇരിക്കുന്ന ഒരു ദീപമാണ് ഈ ഇത്രയും പ്രകാശങ്ങളായി കാണുന്നത്. അതേപോലെ നമ്മുടെ ഓരോരുത്തരുടെ കണ്ണുകളിലൂടെയും ഒരേ ഒരു വസ്തുവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ കണ്ണുകൂടെയും നിങ്ങളുടെ ആ കണ്ണുകളിലൂടെയും കാണുന്ന ആളില്ലേ, ആ ഒരു വസ്തുവിന് രൂപമില്ല. ഇതാണ് ഇതിൻ്റെ ഒക്കെ പൊരുളായിട്ട് വരുന്ന സാധനം. ഇതാണ് ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ എന്താണ്? നിങ്ങൾ ഉറക്കത്തെ സ്വപ്നം കാണുന്നില്ലേ? നമ്മൾ ഉറക്കത്തെ സ്വപ്നം കാണുന്നില്ല. അപ്പൊ എന്താ, ഒരു പുലി ഇങ്ങനെ ഓടിക്കുന്നു, അയ്യോ എന്ന് പറഞ്ഞ് ഓടുന്നു. അപ്പം ദേഹമൊക്കെ കിടന്നുറങ്ങുകയാണ്, ശരീരം കിടന്നുറങ്ങുകയാണ്. അപ്പൊ വേർക്കുന്നു. അപ്പൊ എന്താ വിചാരിക്കുന്നത്? അയ്യോ ഇതൊക്കെ സത്യമാണ്. നമ്മൾ വിചാരിക്കില്ലേ സ്വപ്നത്തെ എങ്ങനെയും ഒന്ന് ഉണർന്നാ മതി എന്ന്. അത് വിചാരിക്കാനും പോലും പറ്റില്ല. പകുതി സ്വപ്നത്തിലും പകുതി നമ്മൾ ഉണർച്ചയിലും ആണെങ്കിൽ നമുക്ക് വിചാരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് ഉണർന്ന് കിട്ടിയാൽ മതിയെന്ന് അല്ലേ. അതേപോലെ വാട്ട് ഇഫ് ദിസ് ഈസ് ഓൾസോ അനദർ കൈൻഡ് ഓഫ് ഡ്രീം. ഇതും മറ്റൊരു വിധത്തിലുള്ള ഒരു 3D മൂവി പോലെ നിങ്ങൾ കാണുകയാണെങ്കിലോ. കാരണം എന്താ, മായയുടെ ശക്തിയാണ് ഇല്ലാത്തത് ഉണ്ടാക്കി കാണിക്കുക എന്നുള്ളത്. സ്വപ്നത്തിൽ കാണിച്ചൊക്കെ ഈ മായയുടെ ശക്തിയായിരുന്നു ഇല്ലാത്തത് ഉണ്ടാക്കി കാണിച്ചത്. വൈ നോട്ട് ഹിയർ? വൈ നോട്ട് ഇൻ ദ വേക്കിംഗ് സ്റ്റേറ്റ്? അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ജീവോ ബ്രഹ്മൈവന പര. ഇതാണ് സിമ്പിളായിട്ട് ഇവിടെ ദക്ഷിണാമൂർത്തി സ്വാമികൾ പറഞ്ഞു കൊടുക്കുകയാണ് കണ്വാദി മഹർഷികൾക്ക്.
ഇവിടെ ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ. എൻ്റെ മായ കൊണ്ട് പലതുണ്ടെന്ന് തോന്നി കാണിക്കുന്നതാണ് ഈ കാണുന്ന ഈ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് പോലും. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനനം ചെയ്ത് നോക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളെടുത്ത് മനനം ചെയ്ത് നോക്കുക. ഇത് ഒരുപാട് മനനം ചെയ്തിട്ടാണ് ഇവിടെ വന്നിരുന്ന് പറയുന്നത്. മനസ്സിലാവും ഇതും സ്വപ്നം പോലെയുള്ള മറ്റൊരവസ്ഥ. ഇതാണ് ഭാഗവതത്തിൽ പറയുന്നത്. ജഡഭരതൻ ചോദിക്കുന്നുണ്ട് ഏത് രാജാവിനോട്, രാജാവ് വന്നിട്ട് ജ്ഞാനം ചോദിക്കുന്ന രാജാവ് ഗുരുവിനെ കാണാൻ പോവാണെന്ന് പറയുമ്പോൾ ജഡഭരതൻ നിങ്ങൾ സ്വപ്ന നിദ്രാജ്ഞാനം ഒന്നും അവലോകനം ചെയ്ത് നോക്കിയിട്ടില്ലേ? ഇതാണ് ജ്ഞാനം കിട്ടാനുള്ള ഒരു വളരെ സിമ്പിൾ ടെക്നിക്കാണ് ഇത് ഭാഗവതം പറഞ്ഞു തരുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സ്വപ്നത്തിലുള്ള ആ സമയത്ത് സത്യമാണെന്ന് തോന്നുന്നു, പക്ഷെ ഉണരുമ്പോൾ അതില്ല. വേറൊരെണ്ണം എടുക്കൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണ്, ഇപ്പം നിങ്ങൾ ഇരിക്കുകയാണ്, നിങ്ങളിത് കേട്ടോണ്ടിരിക്കുന്നു, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അപ്രത്യക്ഷമാവുന്നു. നിങ്ങൾ മറ്റൊരു റോൾ എടുക്കുന്നു, അതിലേക്ക് പോകുന്നു. പക്ഷെ രാത്രിയാകുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാവും. അപ്പോൾ വേറൊരു ഡ്രീം വരും, അത് വേറൊരു മൂവി. അപ്പം ഈ വേക്കിംഗ് സ്റ്റേറ്റിൽ കാണുന്നതൊന്നും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. ഇപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞു, പുതിയ വിവാഹം മണവാട്ടിയായിട്ട് വന്നു, ഭാര്യ വീട്ടിൽ വന്നു, അപ്പം രണ്ടുപേരും സന്തോഷമായിട്ട് ഉറങ്ങാൻ പോയി. ഭാര്യനെയും കൂട്ടിയിട്ട് പോകാൻ പറ്റുമോ ഈ സ്ഥലത്തേക്ക്? ഇല്ല. ഒരു പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു ബന്ധുക്കളെയും കൊണ്ടുപോകാൻ പറ്റില്ല. ഒറ്റയ്ക്ക് അവിടെ യു ആർ ഓൾ ബൈ യുവർ സെൽഫ്. അപ്പൊ പിന്നെ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നിക്കുക. മരുഭൂമിയിൽ നമ്മൾ ദൂരത്ത് നിന്ന്, ഇവിടെ സമ്മർ ടൈം ഒക്കെ ആകുമ്പോഴേ റോഡിൽ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് ദൂരത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റോഡിൽ നിറയെ വെള്ളമുള്ളത് പോലെ തോന്നും. അപ്പം എനിക്ക് ഓർമ്മ വരാറുണ്ട് ഈ ഒരു ഉപനിഷത്തുകളിൽ പറയുന്ന ഈ ഒരു ഉദാഹരണം, മരുഭൂമിയിലെ കാനൽ ജലം പോലെയെന്ന്. മരുഭൂമിയിൽ വെള്ളമില്ല, പക്ഷെ ദൂരത്ത് നോക്കുമ്പോൾ ഉണ്ടെന്ന് തോന്നും. അതുപോലെ ഈ ബ്രഹ്മത്തിൻ്റെ ഒരു സ്വഭാവമാണ്, നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഈ 3D മൂവി ഉണ്ടായി കാണിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രദർശനം പല രൂപത്തിൽ രൂപപ്രദർശനം ചെയ്യാം. എന്തിനാണത്? ഒന്ന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അതിൻ്റെ സ്വഭാവമാണത്. അപ്പം ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണിക്കുക, ഇതാണ് മായ ചെയ്യുന്നത്. ഇതാണ് വേദാന്താർത്ഥ ബോധനായിട്ട് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും കാര്യങ്ങൾ തത്വമസി, അത് കണ്വാദികളോട് പറയാണ്, നിങ്ങൾ എന്താണോ തേടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അത് നിങ്ങളിൽ തന്നെയാണ്. അപ്പം ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ഇവിടെ വെസ്റ്റേൺ ഫിലോസഫർ ആയിട്ടുള്ള ഒരു ജ്ഞാനി പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിന് നല്ല തത്വജ്ഞാനം ഉറച്ച ആളാണ്. പറയാണ്, ദ തിങ് that you are looking for, the place you are looking for. ശരിക്കും കേട്ടോളൂ, ഇതിലെല്ലാ ക്ലൂ അടങ്ങിയിട്ടുണ്ട്. The place that you are looking for, whatever you are looking for, when it comes to spirituality, എന്താ നമ്മൾ നോക്കുന്നത്? സത്യം അറിയണം, ഭഗവാനെ അറിയണം. ആ പ്ലേസ് അതൊരു സ്ഥലമല്ല, അതൊരാളല്ല, രൂപമല്ല. Whatever you are looking for is the place where you are looking from. നിങ്ങൾ ഒന്നും കൂടി പറയാം, what you are looking for is the place you are looking from. ഇന്നലെ കഥ പറഞ്ഞു, വാതിലിന് മുട്ടി, ഞാനാണ് സ്വപ്നയാണ്, വാതിൽ തുറക്കൂ. ഭഗവാൻ എന്ന് പറഞ്ഞു, ഇല്ല തുറക്കില്ല, പോയിട്ട് വരൂ, സമയമായിട്ടില്ല. ഞാൻ പിന്നെയും പോയി മുട്ടി, ഭഗവാനെ തുറക്കൂ, ആരാ? ഇത് അങ്ങ് തന്നെയാണേ. വാതിൽ തുറന്നു തന്നു. ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ എന്താ? അയ്യോ, ഞാൻ അകത്തിരുന്നിട്ടാണല്ലോ ഇത്ര സമയം മുട്ടിക്കൊണ്ടിരുന്നത്. ഇതാണ് തത്വമസിയുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റുക, ഉദാഹരണം പറയാൻ പറ്റുക. അപ്പോൾ ഇത് തത്വമസ്യാദി വാക്യത്താൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതാണ് ഞങ്ങൾ എന്താണോ തേടിക്കൊണ്ടിരിക്കുന്നത്, ആ ഭഗവത് സ്വരൂപം, ബ്രഹ്മസ്വരൂപം, അത് തന്നെയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇത്രകാലം തെറ്റിദ്ധരിച്ചു, ഞാൻ കളിക്കുന്ന വേഷങ്ങളാണ്, ഞാൻ കളിക്കുന്ന റോളുകളാണ് ഞാനെന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്? ഞാൻ വിറ്റ്നസ്സായിട്ട്, രൂപമില്ലാത്ത സാക്ഷിയായിട്ട് ഇതെല്ലാം, ഈ വേഷങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓഫീസിൽ കളിക്കുന്ന റോൾസും വീട്ടിൽ കളിക്കുന്ന റോൾസും എല്ലാം കണ്ടുകൊണ്ട് ഒരനക്കവും ഇല്ലാതെ നിശ്ചല തത്വമായിട്ട് ഞാൻ എൻ്റെ സ്വരൂപത്തിലിരിക്കുകയാണ്. എനിക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല ഇന്ന് വരെ എന്ന് തിരിച്ചറിയാണ്. ദർ ഇസ് നത്തിങ് ടു ബി, ഒരു കുറവും. ഇതാണ് അമൃതത്വത്തിൻ്റെ അരുമക്കിടാങ്ങളെ എന്ന് വിളിച്ചത്. നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്.
ആചാര്യന്മാർ, നമ്മുടെ ഗുരു ഇതാ ഇവിടെ ഇരിക്കുന്നു, വിളിക്കുകയാണ് നമ്മളെ ഓരോരുത്തരെയും, അമൃതത്വത്തിന്റെ അരുമ കിടാങ്ങളെ, നിങ്ങൾക്ക് ഒരിക്കലും ഒരു ക്ഷതവും പറ്റിയിട്ടില്ല. എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപമാണ് നിങ്ങൾ. തൽക്കാലം ഒന്ന് തെറ്റിദ്ധരിച്ചു പോയി, ഈ ശരീരമാണ്, ഈ മനസ്സാണ് എന്ന് തെറ്റിദ്ധരിച്ചു, ഈ വ്യക്തിയാണ്, വ്യക്തിവേഷമാണ്, ഇൻഡിവിജ്വൽ മൈൻഡ്, പേഴ്സണൽ ഐഡന്റിറ്റി ആണ് ഞാനെന്ന് തെറ്റിദ്ധരിച്ചു. അത് മാത്രമേ പറ്റിയിട്ടുള്ളൂ എന്ന് പറയണം. ഇതാണ് കണ്വ മഹർഷികൾക്കും എല്ലാവർക്കുമായിട്ട് കൊടുത്ത വേദാന്താർത്ഥ ബോധനം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവരെല്ലാം സന്തോഷത്തോടുകൂടി കദംബവന വനനാഥൻ്റെ പൂജയാലും എല്ലാം വേദാന്ത ജ്ഞാനത്തിൻ്റെ ഫലം കിട്ടാൻ വേറൊരു വഴി പറയാണ് ഭഗവാനോടുള്ള പൂജയും ഈ ജപസാധനങ്ങളും എല്ലാം എവിടെയാണ് നമ്മൾ എത്തിക്കുന്നത്? ഇത് തിരിച്ചറിയാൻ എന്നെ ഞാനായി പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു സ്പേസിൽ നമ്മളെ എത്തിക്കും. ഏത് സാധന, യഥാർത്ഥത്തിലുള്ള സാധന അതേതാണെന്നൊന്നുമില്ല, യു ക്യാൻ ചൂസ്. അതാണ് സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും ഒരു മനോഹാരിത എന്ന് പറയുന്നത് ഇതാണ്. യു ഹാവ് ദ ഫ്രീഡം ടു ചൂസ്. നമുക്ക് ഏത് ഉപാസന വേണം, നമുക്ക് ഏതൊക്കെ യോഗങ്ങൾ, കർമ്മയോഗം, ജപയോഗം, ധ്യാനയോഗം, ജ്ഞാനയോഗം, ഈ കർമ്മയോഗം എല്ലാം ഏത് വേണം, യോഗ അഭ്യാസത്തിൽ കൂടി അങ്ങനെയുള്ള ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. എല്ലാ സ്ഥലത്തും എത്തുന്ന സ്ഥലം ഇതാണ് തത്വമസി. നീ എന്താണോ നോക്കുന്നത് അത് നീ തന്നെയാണ്. ഭക്തനും ഭഗവാനും ആണെങ്കിൽ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, ഭക്തിയോഗമാണെങ്കിൽ എന്താണ്, ഭഗവാൻ അത് ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കും, ഭഗവാനെ അങ്ങ് എല്ലാം സർവശക്തനാണ്, എനിക്ക് ഭഗവാനെ രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേ. കുറച്ച് കഴിയുമ്പോൾ എന്താവും, ഓ ഭഗവാനെ അങ്ങ് തന്നെയായിരുന്നല്ലോ ഈ ഭക്തവേഷവും കളിച്ചുകൊണ്ടിരുന്നത്, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു, എൻ്റെതാണ് ഈ ഭക്തി എന്ന്. ഭഗവാനെ ഈ ഭക്തി പോലും അങ്ങയുടേതാണല്ലോ. അതാണ് റൂബി പാടിയത്. The devotion that I thought belonged to me, ഈ എൻ്റെ ഡിവോഷൻ എൻ്റെതാണെന്ന് ഞാൻ വിചാരിച്ചു. But now I understand that this is also belong to you. That was also you. ഞാനായിട്ട് കളിക്കുന്നതും നീ തന്നെയല്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി അടുത്ത ഈ വേദാന്താർത്ഥ ബോധനം ലീല കേൾക്കുന്നവർക്കും പറയുന്നവർക്കും എല്ലാം സ്വരൂപജ്ഞാനനിഷ്ഠ, ബ്രഹ്മജ്ഞാനനിഷ്ഠ, അദ്വൈത ജ്ഞാനനിഷ്ഠ ഉറച്ച് അതിൻ്റെ അനുഭവം കിട്ടി ഉറച്ചു വരട്ടെ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയോടുകൂടി ആചാര്യന്മാരുടെയും ഹാലാസ്യനാഥിൻ്റെയും മീനാക്ഷി ദേവിയുടെയും എല്ലാം പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവരും പ്രാർത്ഥിക്കും, അത് മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ. ബാക്കി എന്ത് കിട്ടിയാലും ഈ ആർത്തി തീരില്ല. അപ്പം എല്ലാ ദുഃഖങ്ങളും അവസാനിക്കാനുള്ള ഒറ്റ വഴിയാണത് സ്വരൂപജ്ഞാനം. അപ്പം അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ലീലയിലേക്ക് കടക്കാം. ഇനി അടുത്തത് ഭഗവാന്റെ രസകരമായിട്ടുള്ളൊരു, ഇത് ഒരിക്കലും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ഭഗവാൻ ഒരു രത്നവ്യാപാരിയായിട്ട് വരുന്നു. അതുപോലെ തന്നെ വളക്കച്ചവടക്കാരനൊക്കെ ആയിട്ട് വരുന്നുണ്ട് കുറച്ചു കാലം, വളച്ചട്ടിയായിട്ട്. അപ്പൊ അതുപോലെ രത്ന വിൽപ്പനക്കാരനായിട്ട് ഒരു ഭാഗത്ത് കണ്ടോളൂ, ദക്ഷിണാമൂർത്തിയായിട്ട് ജ്ഞാനം, സ്വരൂപജ്ഞാനം കൊടുക്കുകയാണ് കണ്വാദി മഹർഷികൾക്ക്. ഒരു കോൺട്രാസ്റ്റ് നോക്കൂ. അടുത്ത മൊമെന്റിൽ നമ്മൾ വായിക്കുകയാണ് അടുത്ത ലീല, രത്നവിക്രയം. ഏറ്റവും രസകരമായിട്ട് സ്ത്രീകൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇതൊക്കെ ശരിക്കും വായിച്ചു നോക്കാൻ. പുസ്തകം കിട്ടുകയാണെങ്കിൽ വാങ്ങി വായിച്ചു നോക്കൂ. ഓരോ തരത്തിലുള്ള രത്നാദി പ്രഷ്യസ് സ്റ്റോൺസിന്റെ എല്ലാം, അമൂല്യ രത്നങ്ങളുടെ എല്ലാം ലക്ഷണങ്ങളും അതൊക്കെ ധരിച്ചാലുള്ള ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം പറയുന്നുണ്ട് വളരെ വിശദമായിട്ട്. പക്ഷെ അതെങ്ങനെ വരുന്നു? അപ്പൊ ഉഗ്രപാണ്ഡ്യന്റെ പുത്രനായ വീരപാണ്ഡ്യനാണ് രാജാവ്. അപ്പൊ രാജാവിന് ഉഗ്രപാണ്ഡ്യന്റെ പുത്രനായ വീരപാണ്ഡ്യന് കുട്ടികളുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് യാഗങ്ങളും എല്ലാം ചെയ്ത് അവസാനം ഒരു കുട്ടി ഉണ്ടാവും. ആ കുട്ടി വളരെ ഓമനിച്ച് വളർത്തി സന്തോഷപൂർവ്വം ഉള്ള ഒരു 5 വർഷം കടന്നുപോയി. പുത്രൻ 5 വയസ്സായ സമയത്ത് ഒരു അത്യാഹിതം സംഭവിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണത്? രാജാവ് നായാട്ടിന് പോയ സമയത്ത് ഒരു സിംഹം വന്ന് രാജാവിന്, അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മത്തിലെ ഉള്ള ഒരു കടം തീർത്തതാണ്. അപ്പോൾ സിംഹം വന്ന് രാജാവിനെ വധിക്കുകയാണ്. അങ്ങനെ രാജാവ് പോയ സമയത്ത് ഈ ഒരു പുത്രനേ ഉള്ളൂ ഈ രാജ്യം സംരക്ഷിക്കാൻ. അപ്പൊ ഈ രാജാവിൻ്റെ ഒരു ചെറിയൊരു സ്വഭാവദൂഷ്യം എന്ന് പറയുന്നത്, ഒരുപാട് ഭോഗിനിമാരുണ്ടായിരുന്നു കൊട്ടാരത്തിൽ. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണല്ലോ. അവരിലും കുറേ പുത്രന്മാരുണ്ട്, എല്ലാം ദുർബുദ്ധികളാണ്. അപ്പൊ ഈ ദുർബുദ്ധികളായ പുത്രന്മാരെന്ത് ചെയ്യും? രാജാവ് നാട് നീങ്ങിയ സമയത്ത്
വന്നിട്ട് ഖജനാവ് മുഴുവൻ കൊള്ളയടിക്കും. ഖജനാവിലൊന്നുമില്ല ഇനി ബാക്കി. അങ്ങനെയുള്ളൊരു അവസ്ഥയായപ്പോൾ മന്ത്രിമാരൊക്കെ കൂടി തീരുമാനിക്കും വേഗത്തിൽ എത്രയും പെട്ടെന്ന് ഈ പുത്രനെ, രാജകുമാരനെ, 5 വയസ്സായിട്ടുള്ള രാജകുമാരനെ രാജാവാക്കി അഭിഷേകം ചെയ്യണം എന്ന്, കിരീടധാരണം നടത്തണം എന്ന് പറയാണ്. അങ്ങനെ അതിനൊരു പ്രോബ്ലം ഉണ്ട്, നല്ലൊരു കിരീടം ഇല്ല. അപ്പോൾ നമ്മൾ ഇവരുടെ രാജാക്കന്മാരുടെയൊക്കെ രാജചിഹ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കിരീടം. അപ്പോൾ കിരീടത്തിൽ ഏറ്റവും നല്ല രത്നങ്ങൾ പതിക്കണം. അങ്ങനെ അതിനുള്ള കണക്കുകളും എല്ലാം അനുസരിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ നല്ലൊരു കിരീടം ഉണ്ടാക്കിപ്പിക്കണമെങ്കിലുള്ള സ്വർണം പോലും ഖജനാവിലില്ല. അപ്പോൾ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു, ഭഗവാനെ സുന്ദരേശ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ, ഈ കുട്ടിക്ക് കിരീടധാരണം നടത്തേണ്ടതാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാൻ ഒരു രത്നവ്യാപാരിയായിട്ട് വരികയാണ്. പിറ്റേ ദിവസം കൊട്ടാരത്തിലുണ്ട്, ഒരു പാട്ടൊക്കെ, മൂളിപ്പാട്ടൊക്കെ പാടി, ഒരു തോളിലൊരു ഒരു വെൽവെറ്റിൻ്റെ പോലെ ഒരു നീല നിറത്തിലുള്ള ഒരു സഞ്ചിയൊക്കെ തൂക്കി ഇങ്ങനെ വരിക. അധികം പ്രായമൊന്നുമില്ല. ഇങ്ങനെ വന്നിട്ട് എനിക്കൊന്ന് രാജാവിനെ കാണണം. അല്ല, രാജാവ് ഇങ്ങനെ നാട് നീങ്ങി കൂട്ടിയാണ്. അപ്പം ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ പറയും, എന്തിനാ നിങ്ങൾ എന്താ വന്നത്? അല്ല, എൻ്റെ അടുത്ത് ഏറ്റവും നല്ല രത്നങ്ങളുണ്ട്, ലോകത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല രത്നങ്ങളാണ് എൻ്റെത്. അപ്പോൾ പറയും, ശരി ഒന്ന് കാണിക്കൂ, ഞങ്ങൾക്ക് എന്തായാലും ആവശ്യമുണ്ട്, നിങ്ങളിപ്പോൾ വന്നത് വളരെ നന്നായി. അങ്ങനെ പറയും. അങ്ങനെ ഇരിക്കുന്ന അങ്ങനെ എല്ലാം കെട്ടൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചു. എന്നിട്ട് രത്നങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് കാണിച്ചു കൊടുത്ത് ഓരോന്നായി അഭിപ്രായം പറയുന്നു. അപ്പോഴേക്കും മന്ത്രിമാരുടെ ഭാര്യമാരൊക്കെ ഓടി വന്നു, അവർക്കും കാണണം. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് രത്നങ്ങളൊക്കെ കണ്ട് അങ്ങനെ ആനന്ദിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ രത്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം അദ്ദേഹം പറയുക ഒരു വലൻ എന്നുള്ള അസുരൻ്റെ കഥയാണ്. എങ്ങനെ ഈ രത്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. വലൻ എന്നുള്ളൊരു അസുരൻ ഭഗവാനെ ഒരുപാട് കാലം തപസ് ചെയ്ത് ഒരു വരം നേടിയപ്പോൾ വരം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മരിക്കുന്ന സമയത്ത് എന്നെ ആരും കൊല്ലാൻ പാടില്ല എന്നല്ല, എന്നെ മരിക്കുന്ന സമയത്ത് ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അത് ഏറ്റവും വില കൂടിയ ഏറ്റവും അമൂല്യമായിട്ടുള്ള രത്നങ്ങളും മുത്തുകളും എല്ലാം ആയിട്ട് എൻ്റെ ശരീരം മാറണം എന്നുള്ള ഒരു അസ്ഥികളും രക്തവും എല്ലാം, എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ധാതുക്കളും രത്നങ്ങളും വൈഡൂര്യങ്ങളും ഈ പ്രഷ്യസ് സ്റ്റോൺസായി മാറണം എന്നുള്ള ഒരു വരം, വളരെ അപൂർവമായിട്ടുള്ളൊരു വരാണ് ചോദിക്കുക. അങ്ങനെ ഭഗവാൻ ആ വരം കൊടുത്തു. അപ്പോൾ ദേവേന്ദ്രൻ ഇത് കണ്ടിട്ട് വല്ലാത്ത അസൂയ. അപ്പോൾ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? വലനെ എങ്ങനെയെങ്കിലും ചതിച്ചിട്ട് കൊല്ലണം. വലൻ നന്നായിട്ട് രാജ്യം ഭരിക്കുന്നുണ്ട്. അപ്പോൾ ദേവേന്ദ്രൻ പോയിട്ട് ആക്രമിക്കും. അപ്പോൾ പിന്നെ ദേവേന്ദ്രനെ തോൽപ്പിച്ചു. അപ്പോൾ ദേവേന്ദ്രൻ ചോദിക്കും, ഞാനൊരു വരം തരട്ടെ? നീ എനിക്കെന്ത് വരം തരാനാണ്? നിങ്ങളൊക്കെ ഞാൻ തോൽപ്പിച്ച് കഴിഞ്ഞില്ലേ, അപ്പം ഞാൻ ജയിച്ചു. അവ പറയും, എന്നാ ശരി, ഇങ്ങോട്ടൊരു വരം തരാൻ വേണ്ടി പ്രചോദനം ചെയ്യും. അപ്പോൾ ഒരു വരം കൊടുത്തു. എന്ത് വരാ വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ പറയും ഇന്ദ്രനീലം. അപ്പൊ വലന്റെ അപ്പൊ പറയും, പിന്നെ അങ്ങ് യജ്ഞ പശുവായിട്ട് മാറിയിട്ട് അങ്ങയുടെ ശരീരത്തിൻ്റെ മാറിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് സഹായിക്കണം. യജ്ഞപശുവിന് ഹോമിക്കണം എന്നർത്ഥം, അതിൽ യാഗത്തിന്റെ പശുവായിട്ട് വരണം. ശരി, അതും സമ്മതിച്ചു. എന്തായാലും ഈ ശരീരം വേഗം വിടുന്നതാണ്, കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ പോകണം. അപ്പോൾ പിന്നെ ഇത് നല്ലൊരു കാര്യത്തിനാവട്ടെ എന്ന് പറഞ്ഞ് അത്രയും നല്ല അസുരൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള ഓരോ ധാതുക്കളും രത്നങ്ങളായി മാറണം. അപ്പം അങ്ങനെ വരം വാങ്ങി വൈഡൂര്യം, മഹാനീലം, ഇങ്ങനെയുള്ള അസ്ഥി എന്തായി മാറി? വജ്രമായി മാറി. ഇന്ദ്രനീലം ദന്തങ്ങളായി മാറി. രോമങ്ങൾ വൈഡൂര്യവും കണ്ണുകൾ മഹാനീലങ്ങളും. ഇങ്ങനെ ഓരോ കല്ലുകളും എങ്ങനെ വന്നു ഇയാളുടെ ശരീരത്തിലുള്ള ധാതുക്കളിൽ നിന്ന് എന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇവര് 3 ഗുണങ്ങൾ പറയുന്നുണ്ട്. സത്വഗുണത്തിലുള്ളതാണ് വജ്രവും വൈഡൂര്യവും. മരതകം എന്താണ്? രജോ ഗുണവും തമോ ഗുണത്തിൻ്റെയും മിശ്രിതമായിട്ടാണ് വരുന്നത്. പിന്നെ സത്വഗുണമാണ് മുത്തും സ്ഫടികങ്ങളും, പേള്, സ്ഫടികം, ഗോമേതകം, പുഷ്യരാഗം, ഇതെല്ലാം സത്വഗുണമാണ്. പിന്നെ രജോ ഗുണമുള്ളത് ഗോമേതകവും മാണിക്യവും പവിഴവും, ചുമപ്പ് നിറം, അതിലേക്ക് വരുന്നതൊക്കെ രജോ ഗുണമാണ്. തമോ ഗുണമാണ് മഹാനീലങ്ങളെല്ലാം, ഇന്ദ്രനീലം, അങ്ങനെയുള്ള കല്ലുകളെല്ലാം.
അപ്പം ഇങ്ങനെയെല്ലാം വർണ്ണിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ ഇതെല്ലാം പറഞ്ഞിട്ട് പറയും, ഇതെല്ലാം ഉപയോഗിച്ച് നല്ല ഒരു കിരീടം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതിനുള്ള പണം കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഈ രത്നങ്ങളും എടുത്ത് അകത്ത് പോയി പൈസ എന്തെങ്കിലും തരണേ, നെഗോഷിയേഷനൊക്കെ വേണ്ടി വരും. കാരണം അത്രയേ ഉള്ളൂ പണം ഖജനാവിൽ നിന്നൊക്കെ ആലോചിച്ച് വരുമ്പോഴേക്കും എന്താണ്, അദ്ദേഹം മറഞ്ഞു കഴിഞ്ഞു. പണം ഒന്നും വേണ്ട എന്നുള്ള ഇതിൽ എല്ലാം അനുഗ്രഹിച്ച് മറഞ്ഞു കഴിഞ്ഞു. അതാണ് രത്നവ്യാപാരിയായി വന്നിട്ടുള്ള ഭഗവാന്റെ ലീല. അങ്ങനെ എല്ലാ ഐശ്വര്യങ്ങളും ഇത് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഉണ്ടാവട്ടെ. അടുത്ത ലീലയാണ് മേഘങ്ങളുടെ സമുദ്രപാനം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് അഭിഷേക പാണ്ഡ്യൻ എന്ന് എന്നായിട്ടുള്ള രാജാവാണ് അതിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹം വലിയ ശിവഭക്തനായിട്ട് ജീവിതം കഴിച്ചു. അപ്പോൾ ദേവേന്ദ്രൻ എല്ലാ വർഷവും പൂജ ചെയ്യുന്ന ഒരു സമയമാവുന്ന സമയത്ത് അവിടെ വന്ന് നോക്കുമ്പോൾ ഈ അഭിഷേക പാണ്ഡ്യൻ പൂജ ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ദേവേന്ദ്രനെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അത് ഒട്ടും ഇഷ്ടമായില്ല. കാത്തിരിക്കേണ്ടി വന്നതിൽ വളരെ വിഷമം തോന്നി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതൊന്നും കാണിച്ചില്ല. തിരിച്ചു പോയി വരുണൻ്റെ അടുത്ത് പോയിട്ട് പറയും, വരുണ ഇങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ വരുണനോട് പറഞ്ഞിട്ട് ഹാലാസ്യത്തിൽ വളരെ വിശേഷമാണ്, എന്ത് അസുഖങ്ങളും മാറും. അപ്പോൾ വരുണൻ പറയും, എനിക്കൊരു ജലോദരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമുണ്ട്, ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല, ഞാനൊന്ന് ഭഗവാന്റെ അടുത്തൊന്ന് പോയി, എന്നാൽ വേഗം പോയി ഹലാസ്യത്തിൽ പോയി ഭജിക്കൂ എന്ന് പറയും. അപ്പോൾ വരുണന് ഒരു സംശയാലുവാണ്. ഇതാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനെന്ന് പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് സംശയാലു. അത് അവർക്ക് എപ്പോഴും സംശയമാണ്, തെളിവ് വേണം. അപ്പം ഇങ്ങനെ നോക്കി ഇയാളൊന്ന് പരീക്ഷിച്ച് കളയാം, ഇയാൾ അങ്ങനെയാണോ ഇങ്ങനെ നമ്മുടെ മനസ്സിന്റെ കളികളെ പറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം വരുണൻ ഇതും ഹലാസ്യ മഹാത്മ മുഴുവൻ ദേവേന്ദ്രൻ പറഞ്ഞു കൊടുത്തു എല്ലാം, എന്നിട്ടും സംശയം. അപ്പം എന്ത് ചെയ്തു, ഒന്ന് പരീക്ഷിച്ച് കളയാമെന്ന് പറഞ്ഞിട്ട് ഭീമാകാരമായ തിരമാലകൾ വന്ന് ഹാലാസ്യത്തിൽ വന്ന് തൻ്റെ അപ്പോൾ വന്നിട്ട് ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവരെല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു, തൻ്റെ ജടാഗ്രത്തിൽ നിന്നും 4 മേഘങ്ങളെ സൃഷ്ടിച്ചു. ഉടനെ ഈ ജലമെല്ലാം കുടിച്ചു വറ്റിക്കുക എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ എന്ത് ചെയ്തു, ജടയിൽ നിന്ന് വന്ന മേഘങ്ങൾ എല്ലാം കുടിച്ചു വറ്റിച്ചു. അങ്ങനെ മേഘങ്ങളുടെ സമുദ്രപാനം കഴിഞ്ഞു. അപ്പോൾ അടുത്തതായിട്ട് വരും, അടുത്ത രീതി ഇത് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അതിവർഷ ഭയവിമോചനം. എന്നിട്ടും വരുണന് മതിയായില്ല. അപ്പൊ പറയും, എന്നാ ശരി, ഭയങ്കരമായിട്ടുള്ള മഴ, അതിവൃഷ്ടി എന്ന് പറഞ്ഞാൽ അതിവൃഷ്ടി, വെള്ളം കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല, ആളുകൾ ഫുൾ വെള്ളപ്പൊക്കമാണ്. അങ്ങനെ ആയ സമയത്ത് ആളുകളൊക്കെ ഭയപ്പെട്ട് കരയുന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു, ഇതേ മേഘങ്ങളെ 4 മേഘങ്ങളെ കുടയായി പിടിച്ചു. നമ്മളെ കൃഷ്ണ ഭഗവാൻ ഗോവർദ്ധനം കുടയായി പിടിച്ചതുപോലെ ശിവഭഗവാനും ഈ ഗോവർദ്ധനം കുടയായി പിടിച്ചിട്ടുള്ള ഒരു ലീല. ഗോവർദ്ധന അല്ല പിടിക്കുന്നത്, ഈ 4 മേഘങ്ങളോട് പറഞ്ഞു കുടയായിട്ട് മധുരാപുരിയെ സംരക്ഷിക്കുകയാണ്. അങ്ങനെ മധുരാപുരിയുടെ മുകളിൽ അങ്ങ് നിവർന്നങ്ങ് പരന്നങ്ങ് നിന്നു. അതോടുകൂടി ഒരു തുള്ളി വെള്ളത്തിന് പോലും അകത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാ വെള്ളവും ഒഴിഞ്ഞു പോവുകയും ചെയ്തപ്പോൾ അവർക്ക് വരുണന് മനസ്സിലായി, ഒരു നിവൃത്തിയില്ല ഈ ആളുടെ അടുത്ത് കളിച്ചിട്ട്. അങ്ങനെ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് അഭയം നേടി സമസ്താപരാധങ്ങളും പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. വരുണന്റെ ജലോദരമൊക്കെ മാറ്റിക്കൊടുത്തു. അങ്ങനെ ആ ലീല, അസുഖങ്ങളൊക്കെ മാറ്റുന്ന ലീലയാണ്. അപ്പോൾ ഇതാണ് 19ാമത്തെ വർഷ വിമോചനം എന്ന് പറയുന്നത്. അതിൽ ഈ മേഘങ്ങളുടെ, ഈ ഇന്ദ്രന്റെ മേഘങ്ങളാണ് പുഷ്കലാവർത്താദി മേഘങ്ങൾ എന്ന് പറയുന്നത്. ഈ മേഘങ്ങളൊക്കെ നശിപ്പിച്ചു ആര്, ഭഗവാന്റെ ജടയിൽ നിന്ന് വന്നിട്ടുള്ള മേഘങ്ങൾ. ഈ ലീലയാണ് അതിവർഷ വിമോചനം. അടുത്തതാണ് ഏറ്റവും രസകരമായിട്ടുള്ള സിദ്ധചരിത്രം വരുന്നത്. ഒരു ചെറിയൊരു ധ്യാനത്തോടു കൂടി നമുക്ക് തുടങ്ങാം. ഭഗവാൻ എങ്ങനെ നമ്മളിപ്പോൾ ഈ നിമിഷം സന്ധ്യാസമയം, രാത്രി സമയമാണ് മനസ്സിൽ വിചാരിക്കും, നമ്മളിങ്ങനെ മധുരാപുരിയിൽ നമ്മൾ ആ ശ്രീകോവിലിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു തിരശീല ഇങ്ങനെ കാണുകയാണ് നമ്മൾ. ആ മൂലലിംഗത്തിനെ മൂടിയിട്ടുള്ള ഒരു തിരശീല, അതിങ്ങനെ താഴെയിൽ നിന്ന് മേലോട്ട് ഇങ്ങനെ ഉയരുകയാണെന്ന് വിചാരിക്കും. മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യും, ഭഗവാനേ ഹൃദയത്തിൽ തെളിയട്ടെ എല്ലാവരുടെയും. അപ്പോൾ ഇങ്ങനെ മൂലലിംഗം ഇങ്ങനെ കാണുകയാണ്. അതിൽ നിന്ന് ഒരു പാദം, തളയിട്ട ഒരു പാദം മുന്നിലേക്ക് ഇച്ചിലും എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ നമ്മൾ ആ പാദം മാത്രമേ കാണുന്നുള്ളൂ. പതുക്കെ അടുത്ത പാദം കൂടി വെക്കുകയാണ്. നമ്മൾ ചെറിയൊരു ഭാഗം കൂടി കണ്ടു കഴിഞ്ഞു. ഇനിയാണ് ഒരു പുലിത്തോല് കൊണ്ട് ഉടുത്തിട്ടുള്ള അരഭാഗം കാണുകയാണ്.
പിന്നെ കാണുകയാണ് ഓട്യാണം, മണികൾ നിറഞ്ഞ സ്വർണ്ണമണികൾ നിറഞ്ഞിട്ടുള്ള ഒരു ഓട്യാണം മരപ്പട്ടയായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കാലൊക്കെ വെക്കുമ്പോൾ കിലിം കിലിം എന്നുള്ള ശബ്ദം, ഇങ്ങനെ കിലുങ്ങുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കാം. അത് കഴിഞ്ഞ് ഭഗവാന്റെ ആ ഉദരഭാഗം ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ ഒരു 16 വയസ്സായിട്ടുള്ള ആ അന്ന് കളിച്ച അതേപോലെയുള്ള അതേപോലെയുള്ള പ്രായത്തിലാണ് വരുന്നത് ഭഗവാൻ. പക്ഷേ ഒരു രൂപം ഒരിച്ചൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു 16 വയസ്സുള്ള ഒരു കോമള ഗാത്രനായിട്ടുള്ള ഒരു ശരീരം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. 2 കൈകളും തോൾവളകളൊക്കെ ധരിച്ച് കർപ്പൂര ഗൗരത്തോടു കൂടിയുള്ള ഭഗവാൻ ഇങ്ങനെ വരികയാണ്. അപ്പോൾ പിന്നെ കാണുന്നത് മുഖം, കർപ്പൂരത്തിൻ്റെ നിറത്തോടു കൂടിയുള്ള മുഖം കാണുകയാണ്. ഭഗവാന്റെ വിസ്തീർണമേറിയ ആ നെറ്റിത്തടങ്ങളും ആ നീണ്ട കണ്ണുകളും എല്ലാം ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരികയാണ്. നീണ്ട നാസികയും പുഞ്ചിരി, ഒരു പുഞ്ചിരി എന്ന് പറഞ്ഞാൽ അതൊരു കള്ളച്ചിരി എന്ന് നമ്മൾ പറയില്ല, അതുപോലെയുള്ള ഒരു പുഞ്ചിരിയാണ് വരുന്നത്. അങ്ങനെ കാണാൻ സ്വർണ്ണ നിറത്തിലുള്ള ജടകളാണ്, നീല നിറത്തിലുള്ള കണ്ണുകളും ഒക്കെയായി. ഈ സ്വർണ്ണ നിറത്തിലുള്ള ജടേനെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. അറ്റം ഇങ്ങനെ വളഞ്ഞ ജടയാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ സ്വർണത്തിൻ്റെ ഒരു നാഗം കൊണ്ട് ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു നമുക്ക് ആഭരണമാണോ അല്ല യഥാർത്ഥത്തിലുള്ള നാഗാണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള നാഗായിരിക്കും. അങ്ങനെ വന്ന് കൈകളിലൊക്കെ രുദ്രാക്ഷമൊക്കെ ധരിച്ചിട്ടുണ്ട്. അങ്ങനെ രുദ്രാക്ഷം മാറിടത്തിലും നിറയെ രുദ്രാക്ഷമൊക്കെ ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യക്ഷാവലാണ്. ഒരു മാജിക്കുകാരൻ വരുന്ന ഒരു ചിരിയോട് കൂടി വന്നിട്ട് എല്ലാവരെയും നോക്കി പുറത്തേക്ക് ഇറങ്ങിയ ഒരു ഓട്ടാണ്. ആരും കാണുന്നില്ല. അങ്ങനെ പുറത്തിറങ്ങി ആദ്യം തന്നെ കുറച്ച് കുട്ടികളിങ്ങനെ കാണും. അവരെയൊക്കെ വിളിക്കും, വാ വാ വാ, എന്നിട്ട് മധുര പലഹാരങ്ങൾ കൊടുക്കാൻ തുടങ്ങും. കുട്ടികളെ അവർ ഫാനായി കഴിഞ്ഞു. കുട്ടികൾ വന്ന് പിന്നാലെ നടന്ന് ഊട്ടിപ്പോയി. അപ്പോൾ കുട്ടികളെയും കൂട്ടി ഇങ്ങനെ ഓടുകയാണ്. ഇനി എന്താ അടുത്തതെന്താ? അപ്പോൾ കാണാൻ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾ ഇരിക്കുന്നു, അപ്പൂപ്പന്മാരിയ്ക്കുന്നു. അവരെ അടുത്തൊക്കെ പോയി നോക്കും. അപ്പോൾ എന്നിട്ട് പറയും, ഈ നരച്ച മുടിയൊക്കെ ഒന്ന് തലോടും. എല്ലാം കറുത്ത നിറത്തിലുള്ള മുടിയായി മാറും. അപ്പൂപ്പന്മാരെ കുട്ടികളാക്കും, കുട്ടികളെ പിടിച്ച് അപ്പൂപ്പന്മാരാക്കും. ഇങ്ങനെ നമ്മുടെ മനസ്സിന് സങ്കല്പിക്കാൻ പറ്റാത്ത, ഭാവന ചെയ്യാൻ പറ്റാത്തത്ര ലീലകൾ കാണിക്കാൻ തുടങ്ങും. ചെറിയ മൃഗങ്ങളെ ഒരു എലി ഓടുന്നതിന് കണ്ട് അതിനെ പിടിച്ച് പുലിയാക്കി. ഒരു വലിയ കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് പോയി അവിടെ പോയി ചെറിയ മൃഗങ്ങളാക്കി മാറ്റും. അപ്പം ആകാശത്തുകൂടെ ചിലപ്പോൾ ഉണ്ടാവും, ആകാശത്തൂടെ ഇങ്ങനെ വട്ടം കറങ്ങിയിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടാവും. ഒരു പാദത്തിൻ്റെ ഒരു വിരൽ നിലത്തൂന്ന് ഷോ എന്ന് പറഞ്ഞ ആകാശത്തേക്ക് അങ്ങ് പൊങ്ങിപ്പോകുന്ന കാണാം. ഇങ്ങനെ ആളുകളിങ്ങനെ അത്ഭുത സ്തബ്ധരായി നിൽക്കുകയാണ് സിദ്ധൻ്റെ ലീലകൾ കണ്ടിട്ട്. അങ്ങനെ ഇപ്പം രാത്രിയാണല്ലോ സമയം. കുട്ടികളെ ഇങ്ങനെ ആർത്ത് ഉല്ലസിച്ചുകൊണ്ട് കുട്ടികൾക്ക് വളരെ സന്തോഷം. അവർക്കൊക്കെ കളിപ്പാട്ടങ്ങളും വേണ്ടതെല്ലാം കൊടുക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയും, ആഹാരം ഒന്നും കഴിച്ചില്ല, വീട്ടിൽ ദാരിദ്ര്യം വാ എന്ന് പറഞ്ഞിട്ട് ഒരു നിലത്ത് ഒരു കുഴി കുഴിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് നിറയെ സ്വർണ്ണ നാണയങ്ങൾ എടുത്തു കൊടുത്തു. നിന്റെ ദാരിദ്ര്യമൊക്കെ തീരട്ടെ. അപ്പോൾ അങ്ങനെ വിവാഹം കഴിക്കാനൊക്കെ ആരും കിട്ടിയില്ല. വിവാഹമൊന്നും നടത്തിത്തരാൻ ആരുമില്ല. എല്ലാവർക്കും വിവാഹം അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ പ്രണയിക്കുന്നവർക്ക് അവർക്ക് വിവാഹം കഴിക്കാനുള്ള പല വശ്യമന്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളെയും സഹായിക്കാനുള്ള ഒരു സിദ്ധൻ നാട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത എങ്ങും പടരാൻ തുടങ്ങി. കുട്ടികൾ പറയും, രാത്രിയായപ്പോൾ കുട്ടികൾ പറയും, അയ്യോ ഇപ്പോൾ പോകണം, അച്ഛനും അമ്മയൊക്കെ വിളിക്കാൻ തുടങ്ങും, മക്കളെയൊക്കെ തിരിച്ച് വിളിക്കാൻ വീട്ടിൽ. അപ്പോൾ പറയും, അങ്ങനെയല്ലേ, ഒറ്റ ഒരു ഇമ ചിമ്മി തുറക്കുമ്പോഴേക്കും ഈ ഇരുട്ട് കംപ്ലീറ്റായി മാറി സൂര്യഭഗവാൻ പുറത്തേക്ക് വരാൻ തുടങ്ങും. അങ്ങനെ ആളുകളൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കടി എന്താ സംഭവിക്കുന്നത്. അപ്പോണ്ട് വെയിൽ പരക്കുന്നു. രാത്രി 12 മണിക്കാണ് പറയുന്നത്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഇപ്പൊ നിങ്ങളുടെ പുറത്ത് പെട്ടെന്ന് വെയിൽ പരന്താ എങ്ങനെ ഉണ്ടാവും? അതുപോലെ വെയിൽ പരന്ന് എല്ലാവരും അത്ഭുതത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അപ്പൊ സിദ്ധൻ പറയാണ്, നിങ്ങൾ എന്താഗ്രഹം പറഞ്ഞോളൂ, ഞാൻ ചെയ്തു തരാം. ഇങ്ങനെ വൃക്ഷങ്ങളെയൊക്കെ, വലിയ വൃക്ഷങ്ങളെയൊക്കെ ചെറുതാക്കുക, ചെറിയ ചെടികളാക്കുക, ചെറുതിനെ വലുതാക്കുക, പർവ്വതങ്ങളെ അപ്പുറത്തുള്ള ദൂരത്തുള്ളതിനെ അടുത്തേക്ക് കൊണ്ടുവരിക, അടുത്തുള്ളതിനെ ദൂരത്തേക്ക് കൊണ്ടുപോയിട്ട് എന്നിട്ട് 2 കയ്യിൽ ഇങ്ങനെ പർവ്വതങ്ങൾ വെച്ച് ഇങ്ങനെ എന്ന് പറഞ്ഞ കുട്ടികളിങ്ങനെ കളിക്കില്ലേ ഓരോരോ അവരുടെ കളിപ്പാട്ടങ്ങൾ വെച്ച്, അതുപോലെ 2 കയ്യിൽ അമ്മാനാടി കളിക്കുകയാണ് വലിയ വലിയ പർവ്വതങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പോൾ ആൾക്കാരൊക്കെ രാജാവിനോട് പോയി പറയും, ഇതാ ഒരാൾ വന്നിട്ടുണ്ട്, എല്ലാവരും അയാളുടെ പിന്നാലെയാണെന്ന് പറയും. അപ്പോൾ
പറയും എനിക്കൊന്ന് വേദനകളൊക്കെ രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുക, ബാധാദോഷമുള്ളവരെയൊക്കെ ഒഴിപ്പിക്കുക. അപ്പൊ ആ മധുരയിലൊന്നും പിന്നെ ബാധകളൊന്നും ഇല്ല. അങ്ങനെ ഒരു എല്ലാവർക്കും സന്തോഷം ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് ഭഗവാൻ ഇങ്ങനെ ലീലകളാടി ആളുകൾ ആനന്ദ നൃത്തത്തിൽ അറടിച്ചു. എന്നിട്ട് എല്ലാവർക്കും തൃപ്തി വന്നു. സന്തോഷം തൃപ്തി വരുന്നിടത്താണ് എന്ത് വരിക? മോക്ഷം എന്ന് പറയുന്നത് തൃപ്തിയുള്ള സ്ഥലത്തേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, ഒരു മാസ് അവേക്കനിങ് എന്നുള്ള ഒരു പ്രോസസ്സിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആളുകളൊക്കെ രാജാവിനോട് വിവരം, രാജാവ് പറയും എനിക്കും ഒന്ന് കാണണമല്ലോ. രാജാവിനെ ഭഗവാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. എൻ്റെ പേരക്കുട്ടിയാണ്, എനിക്ക് നീ വരും എൻ്റെ അടുത്ത്. പക്ഷെ അത്ര പെട്ടെന്നൊന്നും പിടികൊടുക്കില്ല. രാജാവ് പറയും എനിക്കും ഒന്ന് കാണണം. അപ്പോൾ പറയും ആളെ അയക്കും, കുറച്ച് ദൂതന്മാരെയൊക്കെ അയച്ച്. അപ്പം സിദ്ധൻ ചോദിക്കും ഞാനെന്തിനാ രാജാവിൻ്റെ അടുത്ത് പോകുന്നത്? എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്നും ആവശ്യമില്ല, രാജാവിന് എൻ്റെ അടുത്ത് ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ വരുമൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ അപ്പൊ രാജാവിന് അത് കേട്ട് ദേഷ്യം വരും. അത് ഈ ദൂതന്മാരെ എല്ലാവരും ഒന്നും എത്തിയില്ല. ദൂതന്മാരിൽ കുറേ ആളുകൾ സിദ്ധന്റെ കൂടെ പിന്നാലെ അനുചരന്മാരായിട്ട് പോയി. ആർക്കും തിരിച്ചു പോകണമെന്നില്ല. അത്ര രസമാണ് ഈ അദ്ദേഹത്തിന്റെ കളികൾ കാണാൻ വേണ്ടി. അപ്പോൾ രാജാവ് അത് ശരി മന്ത്രിമാരെ അയക്കാം, മന്ത്രിമാരെ അയച്ചു. അതും അങ്ങനെ തന്നെ അവസ്ഥ. മന്ത്രിമാരൊന്നും തിരിച്ചു വരുന്നില്ലാത്ത അവസ്ഥ. അപ്പൊ കുറെ ആൾക്കാരൊക്കെ തിരിച്ചു പോയിട്ട് പറയും ഇതന്നെയാണ് പറയുന്നത്, വരില്ല എന്നാ പറയുന്നത്. ശരി എന്ന് പറഞ്ഞ് രാജാവ് വിട്ടു. പക്ഷെ ആ മനസ്സിൽ ആ ഒരു ഈർഷ്യ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സോമവാര വ്രത ഉള്ള ദിവസം, അദ്ദേഹം നല്ല ഭക്തനാണ് ഈ പേരക്കുട്ടിയായിട്ടുള്ള രാജാവ്. അങ്ങനെ ഒരു സോമവാര വ്രതം എടുക്കുന്ന ആ ഒരു ദിവസം അദ്ദേഹം ആലാസ്യത്തിൽ വരികയാണ്. ആലാസ്യത്തിൽ വന്ന് ഭഗവാനെ ദർശനമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം കാണുകയാണ് സിദ്ധൻ അവിടെ നിൽക്കുന്നത്. അപ്പൊ സിദ്ധൻ ഇങ്ങനെ നോക്കുന്നു. അനുചരന്മാരൊക്കെ മാറിക്കോ രാജാവ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റുമല്ലോ. മാറ്റത്ത് ഞാനെന്തിനാ മാറുന്നേ? ഞാൻ മാറില്ല എന്ന് പറയും. അപ്പൊ പറയും അവരൊക്കെ പുഷ് ചെയ്ത് നോക്കാൻ പറയും. ആളുകൾ ഇങ്ങനെ വന്നപ്പോൾ അപ്പൊ രാജാവ് ഇങ്ങനെ വരും. എന്നിട്ട് ഇങ്ങനെ നോക്കൂ എന്താ സംഭവിക്കുന്നത്. അദ്ദേഹത്തിന് മനസ്സിലാവും ഇതാണ് ഇതാണെന്ന് മനസ്സിലാവും. അപ്പൊ ആളുകൾ വന്നിട്ട് അദ്ദേഹത്തിന് ഭൃത്യന്മാര് വന്ന് ഇദ്ദേഹത്തിനെ പുഷ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരുന്ന സമയത്ത് എല്ലാവരും ശിലകളെ പോലെ ഇളക്കില്ല, അവർക്ക് ഇളകാൻ പറ്റില്ല, ശിലകളെ പോലെ നിൽക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? അയ്യോ ഇനിയിപ്പോ ഒരു വഴിയില്ല എന്നുള്ള മട്ടില് ഭഗവാൻ ഇങ്ങനെ നോക്കും. രാജാവ് ഇങ്ങനെ നോക്കും ഭഗവാനെ സിദ്ധരൂപത്തിലുള്ള. അപ്പോഴാണ് ഒരു കരിമ്പ് കൃഷിക്കാരൻ വന്നിട്ട് വലിയൊരു കരിമ്പ് അവിടെ സമർപ്പിക്കുക. ഏറ്റവും ആദ്യം ഉണ്ടായതാണെന്ന് പറഞ്ഞിട്ട് രാജാവിന്റെ കാൽക്കല്. അപ്പൊ രാജാവ് ഇങ്ങനെ നോക്കിയിട്ട് പറയും നീ ഇത്ര വലിയ സിദ്ധനാണെങ്കിൽ ഈ അവിടെ കാണുന്നില്ലേ ഒരു കല്ലാനയുടെ ഒരു വിഗ്രഹം ഒരു പ്രതിമ കാണില്ല. ഈ കരിമ്പിനെ അതിനെ കൊണ്ട് തീറ്റിക്ക്. അതാണ് കല്ലാനയെ കൊണ്ട് കരിമ്പ് തീറ്റിച്ച കഥ എന്ന് പറഞ്ഞാൽ അടുത്ത ലീല വരുന്നത്. അപ്പൊ രാജാവ് ഇത് പറഞ്ഞ സമയത്ത് ഇപ്പൊ തന്നെ ചെയ്തുതരാം എന്ന് പറഞ്ഞ് അത് പറയുമ്പോഴേക്കും ഒരു അലർച്ചയാണ്. വലിയൊരു അലർച്ച കേട്ട് അവര് നോക്കുന്ന സമയത്ത് ഈ കല്ലാന ഒരു ജീവനുള്ള ആനയുടെ മുഖം പോലെ വായ തുറക്കുകയാണ്. അപ്പൊ ഈ സിദ്ധൻ കരിമ്പെടുത്ത് ആ കല്ലാന ഇപ്പോഴും ഉണ്ട് ആ ക്ഷേത്രത്തിൽ നിന്നാണ് നമുക്ക് കാണാം. ഭഗവാന്റെ ശ്രീകോവിലിന്റെ സൈഡിലായിട്ട് സിദ്ധന്റെ ഒരു പ്രതിഷ്ഠയുണ്ട്, അതിന്റെ സൈഡിലായിട്ട് ഒരു കല്ലാന ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ആനയാണ് ജീവനായിട്ട് വന്നിട്ട് വായ തുറന്ന് ഈ കരിമ്പൊക്കെ കഴിച്ചത്. അപ്പൊ ഈ കരിമ്പ് കഴിച്ച ഇതാണ് ആലാസ്യ മഹാത്മ്യത്തിലുള്ള വർണ്ണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കരിമ്പ് കഴിച്ച സമയത്ത് രാജാവിന്റെ മുത്തുമാല പിടിച്ചു വലിക്കും. ഈ ആന ഈ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ കുടുങ്ങിപ്പോകുന്നതാണ് വലിയ ഒരു മുത്തുമാല. അപ്പം രാജാവിന്റെ ഭൃത്യന്മാർ അത് പിടിച്ചു വലിക്കാൻ വേറെ ആൾക്കാർ നോക്കും. അവരും അവിടെ ഫ്രീസ് ചെയ്ത പോലെ ശില പോലെ നിൽക്കുകയാണ്, അനങ്ങാൻ പറ്റില്ല. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ നോക്കും അവനെ, ഇനി എന്താ അടുത്തെന്താ പ്ലാൻ. അപ്പം അദ്ദേഹത്തിന് മനസ്സിലാവും, ഇങ്ങനെ നമസ്കരിക്കും. അപ്പോൾ പറയും ഇത് ആലിംഗനം ചെയ്ത് മൂർധാവിൽ ചുംബിച്ച് എൻ്റെ പേരക്കുട്ടിയെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നോക്കി നിൽക്കുന്ന ഒരു പിതാമഹനായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഭഗവാനെ. അപ്പൂപ്പനായിട്ട് നിൽക്കുന്നവർ രൂപത്തിൽ അങ്ങനെയൊന്നും അല്ലെങ്കിലും അപ്പം ഉള്ളിൽ ആ സ്നേഹം വഴിഞ്ഞൊഴുകുകയാണ്. അപ്പോൾ നമ്മളെപ്പോലെ ഗൃഹസ്ഥനായി ഭഗവാൻ കളിച്ച ഈ ലീല. അപ്പോൾ ഒരു രാജാവിനും സന്തോഷമാവും. എന്താ വേണ്ടത് എൻ്റെ പുത്ര, നിനക്ക് എന്താ വേണ്ടത് പറയൂ, വരം തരാം എന്ന് പറഞ്ഞപ്പോൾ പറയും എനിക്ക് പുത്രന്മാരില്ല, എനിക്ക് നല്ല എല്ലാ ഗുണങ്ങളോടും കൂടി ഒരു പുത്രൻ വേണം, അത് മാത്രമേ വേണ്ടൂ എന്ന്. അങ്ങനെ വരം കൊടുത്ത് സിദ്ധൻ ആ മൂലലിംഗത്തിൽ അന്തർധാനം ചെയ്യാണ്. അങ്ങനെ ഈ കല്ലാനകൾക്ക് ആജ്ഞ കൊടുക്കുമ്പോൾ പറയും സുന്ദരേശ്വരന്റെ ആജ്ഞയാൽ
ഈ കരിമ്പ് നീ കഴിക്കുക, ഈ കരിമ്പിന്റെ ഓല നീ കഴിക്കുക എന്നുള്ള ആ ആജ്ഞ കേട്ടപ്പോൾ എല്ലാവരും ഓ ഇത് സുന്ദരേശ്വരന്റെ ആജ്ഞയാണെന്ന് പറഞ്ഞ സിദ്ധൻ പറയുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ഭഗവാനാണ് ഈ സിദ്ധന്റെ രൂപത്തിൽ വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും ആ ലീലകള് ഓർത്തോർത്ത് സന്തോഷത്തോടു കൂടി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അന്ന് രാത്രി തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ ഈ കഥ ഇന്നിപ്പോ പറയുമ്പോൾ നമ്മളിപ്പോ സിദ്ധന്റെ ആ ഒരു പ്രതിഷ്ഠ പറഞ്ഞില്ലേ, അത് വളരെ വിശേഷമാണ്. കാരണം അവിടെയുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ധ്യാനിക്കാനും എല്ലാം ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജി അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി തൊഴുന്ന സമയത്ത് സിദ്ധൻ്റെ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നിട്ട് കുറച്ച് സമയം ധ്യാനിക്കുകയൊക്കെ ചെയ്താൽ വളരെ നല്ലതാണ്. അത് ഒരു പ്രത്യേകതയും കൂടി കാണുന്ന ഇപ്പോഴും ആളുകൾ പറയുകയാണ്, മധുരയിലുള്ള ആളുകൾ പറയും അവർക്ക് പലപ്പോഴും ഈ സിദ്ധൻ്റെ സ്വപ്ന ദർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും എത്രയോ ആളുകൾ പറഞ്ഞിട്ട് അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരമായിട്ട് പലപ്പോഴും സിദ്ധരൂപത്തിൽ ഉള്ള സ്വപ്ന ദർശനം ഉണ്ടാവുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ നമുക്ക് ആ സിദ്ധന്റെ വിഗ്രഹം നോക്കിക്കഴിഞ്ഞാൽ ആ കണ്ണുകൾ കുറേ സമയം നിങ്ങൾ പോകുമ്പോൾ കുറച്ച് സമയം അവിടെ നിൽക്കണം. സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ ആ ശൂന്യമായിട്ട് നമ്മൾ ആ ഭഗവാന്റെ തന്നെ അലിഞ്ഞ് ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുമ്പോൾ ശരിക്കും എൻ്റെ അനുഭവം പറയുന്നത് ആ കണ്ണുകൾ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് തോന്നും നമ്മളെ തന്നെ നോക്കി ഒരു ശില എന്ന് പറഞ്ഞാൽ നമ്മൾ കറുത്ത ശില കൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല അതിൽ. പക്ഷെ അതിന് കണ്ണുകൾ തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള എണ്ണ കൊഴിച്ചിട്ടുള്ള അങ്ങനെയുള്ള വഴിപാടാണ്. സിദ്ധനുള്ള അവിടെയുള്ള വഴിപാട് അതാണ്. എണ്ണ കൊണ്ടുള്ള അഭിഷേകം, പിന്നെ അതുപോലെ തന്നെ പുഷ്പങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ, അങ്ങനെയൊക്കെയാണ്. പക്ഷേ വളരെ പവർഫുള്ളാണ്. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് സന്ദർശിക്കേണ്ട ഈ കഥകളൊക്കെ അറിഞ്ഞു പോകുമ്പോൾ എന്തൊരു രസമാണല്ലേ കാണാൻ. അപ്പോൾ അവിടെ അതുപോലെ തന്നെ പ്രദക്ഷിണം വെച്ച് നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിലും അവിടെ പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചാൽ അത് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പ്രദക്ഷിണം വെക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാവർക്കും അതൊക്കെ സാധിക്കട്ടെ. അതുപോലെ തന്നെ ആലസ്യത്തിൽ പോകുന്ന ആളുകൾ, മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാർ നമ്മൾ അവിടെ നിന്ന് ചൊല്ലുന്ന സ്തോത്രങ്ങളും കീർത്തനങ്ങളും മന്ത്രങ്ങളും എല്ലാം ഇരട്ടി ഫലമുള്ളതാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവിടെ ഇരുന്ന് അമ്മയുടെ മുന്നിൽ പാടുന്നതാണെങ്കിലും ഭഗവാന്റെ മുന്നിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. സംഗീതം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഭക്തിയോട് കൂടിയിട്ടുള്ള സംഗീതം, അതിനാണ് നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഈ കഥാകഥന യജ്ഞത്തിലൊക്കെ പാട്ടുകൾ ഇങ്ങനെ അവിടെ ആയിട്ട് ഇങ്ങനെ പാടുന്നതാണ്. ഭഗവാൻ സന്തോഷിക്കണേ, പ്രസാദിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിട്ട്. അപ്പോൾ ഈ സുന്ദരേശ ഭഗവാൻ സിദ്ധനായി വന്ന ഈ കഥ ആണ് നമ്മുടെ അടുത്ത ലീലയായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു. നമ്മുടെ സമയം എങ്ങനെയായിരിക്കുന്നത്? എന്നാൽ നമുക്ക് അടുത്ത ഒരു ലീലയും കൂടി പറയാം. സമയമുണ്ടോ? അല്ല എങ്ങനെയാണ് നമ്മുടെ സമയം? 5 മിനിറ്റ് കൂടെ. ശരി. അതെ മനസ്സിലായി. അതാണ് എനിക്ക് കേൾക്കേണ്ടത്. അങ്ങനെ അടുത്ത കഥയാണ് വിരൂപാക്ഷൻ എന്ന വിപ്രൻ. മീനാക്ഷി സുന്ദര ഭജനത്താൽ ഒരു പുത്രി ഉണ്ടാവുകയാണ്. 5 വയസ്സാകുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് സംസാരത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പിതാവെ ഒരു വഴി പറഞ്ഞു തരണം, ഈ സംസാരത്തിൻ്റെ പാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു തരണം. പിതാവ് അത്ഭുതപ്പെട്ടു പോയി, ഇത് എന്തൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം നല്ല ഭക്തനും ജ്ഞാനിയുമാണ്. അപ്പോൾ പറയും, വരൂ മോളെ ഞാൻ പറഞ്ഞു തരാം പുത്രിക്ക്. അങ്ങനെ ഗൗരി മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഗൗരി മന്ത്രം ഉപദേശിച്ചു കൊടുത്ത് കഴിഞ്ഞ സമയത്ത് കുട്ടി ഇതൊക്കെ ജപിക്കാൻ തുടങ്ങി. അങ്ങനെ ദേവിയുടെ ആ ശക്തി ആ പുത്രിയിൽ, ചെറിയ കുട്ടിയിൽ തന്നെ വർദ്ധിച്ചു വരാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം അദ്ദേഹം സ്വർഗം പോയി, പിതാവ്. അങ്ങനെ കുട്ടിയുടെ ഒരു വിവാഹത്തിൻ്റെ ഒരു ആള് വന്നു. ഒരു യുവാവ്, ഒരു പണ്ഡിതനൊക്കെ ആയിട്ടുള്ള ഒരു യുവാവ് വന്ന സമയത്ത് വീട്ടുകാർ ആ ഗൗരി എന്നാണ് പേര് കൊടുത്തത് കുട്ടിക്ക്. അപ്പോൾ ആ ഗൗരിയെ ഇദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം ഒരു വൈഷ്ണവനാണ്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഈ വൈഷ്ണവരും ശൈവരും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന ഒരു അങ്ങനത്തെ ഒരു വേറെ എന്നുള്ള ഒരു സങ്കല്പമാണ്. ഭഗവാൻ ശിവൻ വേറെ, വിഷ്ണു വേറെ എന്നൊക്കെയുള്ള അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സങ്കല്പത്തിൻ്റെ പുറത്ത് സ്പർദ്ധയുള്ള ഒരു കാലഘട്ടമായിരുന്നു.
അപ്പോൾ ഈ വൈഷ്ണവനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാതാവിന് ശിവഭക്തരെ ഇഷ്ടമല്ല. അപ്പോൾ ഈ ഗൗരിക്കാണെങ്കിൽ വ്രതത്തിന് അടിസ്ഥാനമായിട്ടാണ് ജീവിതം തന്നെ ഉള്ളത്. വിപ്രന്മാർക്ക് ഭോജനം കൊടുക്കണം, ഹോമം, തർപ്പണം, ജപം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് വിവാഹം കൂടി കഴിച്ച് അതും അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു രീതികൾ തുടരുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള കുട്ടി ഒരു ദിവസം ഒരു കല്യാണത്തിന് പോവാണ്. അപ്പോൾ പോകുന്ന സമയത്ത് പറയും ഇവളെ എവിടെയും കൊണ്ടുപോവില്ല, ഗൗരിയെ എവിടെയും കൊണ്ടുപോവില്ല. അപ്പോൾ പോകുമ്പോൾ പറയും വാതിലൊക്കെ ഞങ്ങൾ അടച്ച് താഴിടാൻ പോവാണ്, അതിനുള്ളിൽ ഇരുന്നോണം, പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. അങ്ങനെ പറഞ്ഞ് എല്ലാം അടച്ച് പൂട്ടി ലോക്ക് ചെയ്തിട്ട് പോവാണ് ഭർത്താവിൻ്റെ അമ്മയും കൂടി, പിതാവും എല്ലാവരും കൂടെ. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും, അയ്യോ ഈ വാതിലടച്ചല്ലോ, എനിക്ക് ഏതെങ്കിലും ഒരു വിപ്രന് ഭോജനം കൊടുക്കണമല്ലോ ഭഗവാനെ, എന്താ ഒരു വഴി. കുട്ടി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടി വലുതായി, കുറച്ചും കൂടി വലുതായി, ഒരു 10-12 വയസ്സൊക്കെ ആയി. അപ്പോൾ വിചാരിക്കും ഭയങ്കര വിഷമത്തോടു കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ, വാതിൽ തുറന്ന് വരികയാണ്. ഒരു വൃദ്ധനായിട്ടുള്ള ഒരു താമസൻ വരികയാണ്. അപ്പോൾ ഞാനൊരു ശിവ ഉപാസകനാണ്, ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു വരൂ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിത്തരാം, എല്ലാ മുറികളും പൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത് അത് ഇപ്പം തുറക്കുമെന്ന് പറയും. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ വാതിലുകളെല്ലാം തുറക്കാൻ തുടങ്ങി. അങ്ങനെ വേഗം പോയി അരിയെടുത്ത് ഊണൊക്കെ റെഡിയാക്കി ഈ താപസനായിട്ടുള്ള ഈ വൃദ്ധനായിട്ടുള്ള താപസനും ഇരുത്തി ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് ഈ ശിഷ്യന്മാർ വരുന്നത്. വന്ന് വാതിലൊക്കെ അൺലോക്ഡ് ആയിട്ട് കിടക്കുന്നു, വാതിലൊക്കെ തുറന്നു കിടക്കുന്നു. അയ്യോ ഇവിടെ പോയി, ഇതെന്താ പറ്റിയത്, ഓടി വന്ന് നോക്കുകയാണ്. അപ്പം ഭഗവാൻ വേറൊരു ലീല, ഈ വൃദ്ധനായിരിക്കുന്ന വേഷത്തിന് നേരെ മാറി 16-18 വയസ്സുള്ള ഒരു യുവാവായിട്ട്, സുന്ദരനായിട്ടുള്ള ഒരു യുവാവായിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് പേടിയാവാൻ തുടങ്ങി. ഗൗരിയാണെങ്കിൽ ഈശ്വര എന്താ ചെയ്യുക, ഇവരിപ്പോൾ എന്നെ കൊല്ലുമല്ലോ, ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു യുവാവിനെ അകത്ത് വിളിച്ച് വരുത്തി ഒന്ന് ചിന്തിച്ചു നോക്കുക, രംഗം എത്ര ഭയപ്പെടുത്തുന്നതായിരിക്കും. ഈ ഗൗരിക്ക് തിരിച്ചു പോകാനും ആരുമില്ല, അപ്പോൾ ഇവരെ കൂടെ തന്നെ ജീവിക്കണം. ആ വിഷമത്തോട് കൂടി പോയി അപ്പോൾ അവർ ചോദിക്കും, ആരെ ഉള്ളിലേക്ക് കടത്തിയത്, ഇതെങ്ങനെയാ വാതിൽ തുറന്നത് നീ? അപ്പോൾ ഗൗരി പറയും, അത് ഒരു വാതിൽ എങ്ങനെയോ തുറന്നു. എന്നിട്ട് നോക്കുകയാണ് ഈ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നോക്കുമ്പോൾ എന്താ കാണുന്നത്, ആഹാരമൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഒരു പിഞ്ചു കുഞ്ഞായിട്ട് ഇങ്ങനെ കയ്യും കാലും ഇട്ട് അടിച്ച് അമ്മയെന്ന് പറഞ്ഞിട്ട് കരയുന്ന രൂപത്തിൽ നിലത്ത് കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഈ ലീലയിൽ വൃദ്ധനായിട്ടും യുവാവായിട്ടും ശിശുവായിട്ടും വരികയാണ്. ഇതൊക്കെ നമ്മുടെ ക്ലൂസാണ്, എല്ലാം ഞാൻ തന്നെയാണെന്നുള്ള ആ ഒരു ഭാവനയിലൂടെ വേണം ഇത് കഥകളൊക്കെ കേൾക്കാൻ. അപ്പോൾ കുഞ്ഞായിട്ട് കിടന്ന് കാലിട്ടടിക്കുന്ന കുട്ടിയെ കണ്ടപ്പോൾ ഇവർ പറയും, ഇത് ആരുടെ കുട്ടിയാണ്? അടുത്ത ചോദ്യം. അപ്പോൾ ഗൗരി പറയും, ഇത് ഒരു സ്ത്രീ എന്നെ ഏൽപ്പിച്ചു പോയതാണ്, നീ എന്തിനാ മറ്റുള്ളവരുടെ കുട്ടിയെ ഏൽക്കാൻ പോകുന്നത്, വീട്ടിൽ നിന്ന് ഇപ്പൊ കടക്ക് പുറത്തെന്ന് പറയും. അങ്ങനെ ഗൗരിയെ പിടിച്ച് തെരുവിലേക്ക് തള്ളി ഇടും. അപ്പോൾ കരഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിനെ നോക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഈ കുഞ്ഞ് പെട്ടെന്ന് ഒരു വൃഷഭം വരികയാണ്. വലിയൊരു കാള വന്നിട്ട്, വെളുത്ത കാള ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അടുത്ത്. അപ്പോഴാണ് ഈ ഗൗരി ഈ രൂപത്തിൽ മാറി ദേവിയായിട്ട് മാറുകയാണ്, ദേവിയാക്കി മാറ്റുകയാണ് ഈ ഗൗരിനെ. എല്ലാവരും അത്ഭുത സ്തബ്ധരായി നോക്കി നിൽക്കുമ്പോൾ ഈ ഗൗരി, സാധാരണ ഒരു പെൺകുട്ടിയായിട്ടുള്ള ഗൗരി അതാ ദേവിയായിട്ട് വൃഷഭത്തിന്റെ മുകളിൽ കയറി, അതാ ഭഗവാൻ അതാ ഗൗരി ദേവിയെയും പിടിച്ച് വൃഷഭത്തിൽ കയറി അപ്രത്യക്ഷനായി കഴിഞ്ഞു. ആ മഹാത്ഭുതം കണ്ട് എല്ലാവരും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്, ഭർത്താവിൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കും അത്ഭുതത്തോടുകൂടി ഭഗവാനെ സ്തുതിച്ച്, ഭഗവാനെ രക്ഷിക്കണേ, തെറ്റുപറ്റിയതാണ്, ഇങ്ങനെയുള്ള പ്രാർത്ഥനകളോടും കൂടി അവിടെ നിൽക്കുന്ന സമയത്ത് അടുത്ത ലീലയിലേക്ക് നമ്മൾ പോവാണ്. വ്യത്യസ്ത താണ്ഡവം. ഇതും കൂടി നമുക്ക് പറഞ്ഞിട്ട് നിർത്താം. വ്യത്യസ്ത താണ്ഡവം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം 12ാമത്തെ ലീല പറഞ്ഞു, താണ്ഡവ സ്തോത്രം നമ്മൾ പാടിയിട്ടുള്ള ആ ലീല പറഞ്ഞു. പതഞ്ജലി മഹർഷിയുടെ ഇടത് കാലാണ് പൊക്കി വെക്കുന്നത്, എല്ലാ താണ്ഡവത്തിലുള്ളതും പോലെ. നമ്മൾ നടരാജ വിഗ്രഹം നോക്കുമ്പോൾ കാണില്ലേ ഇടത് കാല്. അപ്പോൾ ഇവിടെ മാത്രം എങ്ങനെയാണ് കാണുന്നത്, വലത് കാല് പൊക്കിയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതെങ്ങനെ വന്നു എന്ന് പറഞ്ഞുതരാം. രാജശേഖര പാണ്ഡ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത രാജാവ്, ഈ രാജാവിന് വലിയ ഭക്തനാണ്. അപ്പോൾ എല്ലാം പഠിച്ചു, നൃത്തം പഠിക്കണം എന്നുള്ള ആഗ്രഹം. കാരണം ശത്രുരാജ്യത്തിലെ രാജാക്കൾക്കൊക്കെ നൃത്തം അറിയാം, എന്നാൽ പിന്നെ നൃത്തവും പഠിക്കാം. നൃത്തവും പഠിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, ഈ താണ്ഡവ നൃത്തം, ഭഗവാൻ ആടുന്ന താണ്ഡവ നൃത്തം ആടാൻ എന്ത് പ്രയാസമാണെന്ന് മനസ്സിലാവുന്നത്.
അപ്പോൾ വന്നിട്ട് ഈ രജതസഭയിൽ നോക്കിയിട്ട് പറയും, ഭഗവാനെ എനിക്ക് വലിയ ദുഃഖമുണ്ട്, ഇങ്ങനെ എത്രയാണ് ഈ ഇടത് കാലും പൊക്കി നിൽക്കുക, ഭഗവാൻ ഒന്ന് ആ പാദങ്ങൾ മാറ്റി നിൽക്കണം, എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കണ്ണീരോട് കൂടി അവിടെ നിലത്ത് നമസ്കരിച്ച് അവിടെ കിടന്നു. ഇപ്പം ഭഗവാൻ ഈ കാല് മാറ്റി, ഈ ഇടത് കാല് ഉയർത്തി വെക്കുന്ന മാറ്റി അതിന് വിശ്രമം കൊടുത്ത് ഊന്നിയിട്ട് വലത് കാല് പൊക്കി വെച്ചാലും ഭഗവാനെ അങ്ങനെയുള്ള താണ്ഡവം ചെയ്താലും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ വാള് ഊരി എൻ്റെ തല ഛേദിച്ച് ഞാനിവിടെ മരിച്ചു വീഴും, അതുകൊണ്ട് ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കണം എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. ഭഗവാന് വലിയ ആ സ്നേഹം കണ്ട് ഭഗവാന്റെ ഹൃദയം അലിഞ്ഞ് ഭഗവാൻ ഉടനെ തന്നെ ആ താണ്ഡവ നൃത്തം മാറ്റുകയാണ്, ആ പാദങ്ങൾ മാറ്റി. ഇതാണ് വ്യത്യസ്ത താണ്ഡവം. ഇവിടെ മാത്രമേ അതുള്ളൂ, ഭഗവാന്റെ വലത് കാൽ ഉയർത്തി വെച്ചിട്ടുള്ള താണ്ഡവ നൃത്തം ഇവിടെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇത് ഈ ഒരു താണ്ഡവ നൃത്തം കാണിച്ചു കൊടുത്ത് അങ്ങനെയാണ് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ നമ്മൾ ഭഗവാനെ തൊഴുന്ന സമയത്ത് ഈ രജതസഭയിലുള്ള ഈ വ്യത്യസ്ത താണ്ഡവം കണ്ട് തൊഴുതാൽ വളരെ വിശേഷമാണ് നമുക്ക്. കാരണം ഭഗവാൻ അത്രമാത്രം കാരുണ്യവും സ്നേഹവും എല്ലാം വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്, അങ്ങനെ ഒരു പ്രസൻസാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായും അവിടെയും കൂടി തൊഴുത് ഈ കഥകളൊക്കെ ഓർമ്മിച്ച് തൊഴുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, അവിടെ പോകുന്ന ആൾക്കാർ ഈ രജത സഭയുടെ മുകളിലായിട്ട് ഭംഗിയുള്ള ചിത്രപ്പണികൾ കാണാം. അവിടെ ശരിക്കും തടാതക വിവാഹത്തിന്റെ ആ ഒരു സമയത്തുള്ള ഈ വളരെ മനോഹരമായിട്ടുള്ള ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ മനസ്സിൽ വന്ന ആ ഓർമ്മയിലാണ് പറയുന്നത്, ആ ചിത്രങ്ങളുടെ ഓർമ്മയിൽ അത്രയും മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ്. അപ്പോൾ മുകളിലേക്ക് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് വ്യത്യസ്ത താണ്ഡവം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ആടിയിട്ടുള്ള നൃത്തം. അങ്ങനെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ഈ നൃത്തം ആടി സുന്ദരേശ്വര ലിംഗത്തിലേക്ക് അന്തർധാനം ചെയ്തു. അപ്പോൾ ഈ കഥകളെല്ലാം, ഇന്നത്തെ കഥകളൊക്കെ കേട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ ചിന്തകളുമായിട്ട് വന്നാണ്. ഇപ്പോൾ ഈ ഭഗവാന്റെ കഥകൾ കേട്ടപ്പോൾ ഇതാണ് കഥാരതി എന്ന് പറയുന്നത്. ഭഗവാന്റെ കഥകൾ വെറുതെ കേട്ടുകൊണ്ടിരുന്നാൽ തന്നെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും ആദികളും എന്തൊക്കെയോ നമ്മൾ മറന്നു പോകും. സപ്താഹത്തിൽ ഇരിക്കുമ്പോഴും എല്ലാം നമുക്ക് അനുഭവമുള്ളതായിരിക്കും. പലതും ഒക്കെ കൊണ്ടുവന്ന് അവസാനം കൃഷ്ണന്റെ കഥകളൊക്കെ കേട്ട് 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 കൊല്ലം കഴിയുമ്പോഴേക്കും തിരിച്ചു പോകുമ്പോൾ എന്തൊക്കെയായിരുന്നു ഞാൻ കൊണ്ടുവന്നത് മനസ്സിലും എല്ലാം പോയല്ലോ എന്നുള്ളൊരു അനുഭവമാണ്. അതാണ് കഥകളുടെ ഈ നമ്മളുടെ ശാസ്ത്രങ്ങളെല്ലാം എടുത്തു നോക്കിയാലും ഈവൻ ഗീത പോലും ഒരു കഥയിലാണ് ആ ജ്ഞാനം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്താ കാരണം? നമ്മളുടെയൊക്കെ ഈ കഥ കേൾക്കാനുള്ള ഒരു ആഗ്രഹിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുണ്ട്. അപ്പോൾ അതിനെ സന്തോഷിപ്പിച്ച് അതിന് കഥകളൊക്കെ ചെയ്ത് ഈ കുട്ടി മനസ്സാണ്, ഈ കൊച്ചുകുട്ടിയായിരിക്കുന്ന മനസ്സാണ്. ഈ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിച്ച് അവിടെ ചന്തയാക്കി ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾക്കും ഭഗവാനിലേക്ക് എത്താനുള്ള എല്ലാ കർമ്മ പരിപാടികളും എല്ലാം വളരെ സ്മൂത്തായിട്ട് നടന്നു പോകും. അപ്പം അതിനുള്ള എല്ലാവർക്കും സാധിക്കട്ടെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗുരുക്കന്മാരോടെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ആദിശങ്കര ഫൗണ്ടേഷൻ നമ്മുടെ പ്രസ്ഥാനത്തിന് ഒരു ആസ്ഥാന മന്ദിരം കാലടിയിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയും മീനാക്ഷി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയും ജഗദ്ഗുരു ശ്രീ ശങ്കര ഭഗവത് പാദരുടെ അനുഗ്രഹത്തോടു കൂടിയും എല്ലാം സാധ്യമാവട്ടെ എന്ന പ്രാർത്ഥന നമ്മൾ ഈ സുന്ദരേശ ലിംഗത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ലീലകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഹര നമ പാർവതീപദേ, ഹര ഹര മഹാദേവ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ, നരകത്തിൽ നിന്നും കരകേറ്റിയിടണേ തിരുവൈക്കം വാഴും ശിവശംഭോ. ഹര ശംഭോ ശംഭോ, എല്ലാവരും കൂടെ പാടും. ഹര ശംഭോ ശംഭോ ശിവശംഭോ ശംഭോ, ഹര ശംഭോ ശംഭോ ശിവശംഭോ, ഹര ശംഭോ ശംഭോ ശിവശംഭോ ശംഭോ, ഹര ശംഭോ ശംഭോ ശിവശംഭോ. നമുക്ക് ഭഗവാനെ ഉറക്കാൻ കിടത്താം, ഭഗവാനെ ഉറക്കാൻ കിടത്താം. എല്ലാവരും കൂടി മനസ്സിൽ ധ്യാനിക്കും. ഭഗവാനെയും ദേവിനെയും ആ വെള്ളിയുടെ ഊഞ്ഞാലിൽ കിടത്തി നമ്മൾ ഉറക്കാൻ വേണ്ടി കിടത്തുകയാണ്. ലീലകളൊക്കെ കഴിഞ്ഞ് ഭഗവാൻ സ്വരൂപത്തിലേക്ക് ലയിക്കാൻ പോവാണ്. ആ ഒരു സങ്കല്പത്തോടു കൂടി ഭഗവാനേ സുന്ദരേശ
ഭൂലോക കൈലാസ ഭൂലോക കൈലാസ പുണ്യമായി മാം മധുരാപുരി പുണ്യമായി മാം മധുരാപുരി ഹാലാസ്യേ സുന്ദരേശ ഹാലാസ്യേ സുന്ദരേശ സദാനന്ദമേ കൺവളരാ സദാനന്ദമേ കൺവളരാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ ശിവായ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ഓം നമഃ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ